പഠിക്കണം. ഒരു പൊട്ടിത്തെറിച്ച് പറയുന്നൊരു വാക്കാണ്. പക്ഷേ ഇവിടെ കർത്താവ് ഉടനെ ആ മനുഷ്യനെ എന്ത് ചെയ്തു? തൊട്ടു. കർത്താവ് എന്ത് ചെയ്തു? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്തുവിനെ. പല കാരണങ്ങൾ കൊണ്ട് ഓരോ ദിവസവും കർത്താവുമായിട്ട് അങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നുക. കർത്താവ് തൊട്ടു. കർത്താവ് തൊട്ട എന്തിനാണെന്നറിയാമോ? മനുഷ്യരല്ല ഈ പുറം കണ്ട് മാർക്കിടും. പക്ഷെ ക്രിസ്തു അവനെ തൊടാൻ കാര്യം എന്താ? കുഷ്ഠരോഗിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. കുഷ്ഠരോഗി ആരും എന്ത് ചെയ്യത്തില്ല, തൊടത്തില്ല. ഈ മനുഷ്യരെല്ലാം ഭയങ്കര ബയാസ്ഡാകും ആളെ കണ്ട. ആണോ? ബയാസ്ഡാകുമോ? ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീട്ടിൽ ചെന്നു. അവിടെ കയറി ചെന്നപ്പോൾ അവിടെ ഒരു പയ്യനിരിക്കുന്നു. അവനിങ്ങനെ അവിടെ എന്നെ നോക്കിയിരിക്കുക. ഞാൻ അങ്ങോട്ട് കയറി, ഇവനെ മൈൻഡ് ചെയ്തില്ല. എനിക്ക് കൊണ്ടുപോകും. ഞാൻ പ്രിൻസിപ്പാഷേ, അവൻ മൈൻഡ് ചെയ്തില്ല. 10-18 വയസ്സുള്ള ചെറുക്കനായിരിക്കും. അവൻ്റെ മൈൻഡ് ചെയ്തില്ല. എനിക്ക് അവനോട് സങ്കടം തോന്നി, ദേഷ്യം തോന്നി. അവിടെ ഇരുന്നവരെല്ലാം എന്നെ നോക്കുന്നു, വർത്തമാനം പറയുന്നു, ഇവൻ മാത്രം ഇരിക്കുക. എനിക്ക് അവനോട് ഭയങ്കര ദേഷ്യം തോന്നി. അഹങ്കാരി, പന്ന ചെറുക്കൻ. ഒരു മര്യാദ വേണ്ടേ? ഞാനൊരു പാസ്റ്ററല്ലേ? ഇവന് മാത്രം എന്നെ അറിയാത്തേ? ഇവൻ എന്നെ കാണിക്കുന്നേ? എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ അവനെ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയോ ഉള്ളിൽ എനിക്ക് അവനോട് നീരസം തോന്നി. ഞാൻ ഇറങ്ങാൻ നേരത്തെ അവിടുത്തെ വീട്ടുകാരുടെ ചോദിച്ചു, ഇതാരാ? നമ്മുടെ ഒരു കസിനാണ്, ഇവിടെ വന്നതാ, പൊട്ടനാ, ഡഫാൻ്റെ അമ്പ. ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു, അവനെയാ ഞാൻ മനസ്സുകൊണ്ട് വെറുതെ. മനുഷ്യരെല്ലാം ഈ പുറമേ കാണും, എന്നിട്ട് ഉടനെ അങ്ങ് മാർക്കിടും. കോവിഡിൻ്റെ സമയത്താണ് ഒരു വലിയ കല്യാണം ഞങ്ങളുടെ ചർച്ച നടക്കുക. അപ്പം എന്നോടൊന്ന് പറഞ്ഞു, കല്യാണത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം പ്രിൻസിപ്പാൾ ചെയ്യണോ? സത്യമാണോ? ഏൽപ്പിച്ചു. എൻ്റെ ഇഷ്ടത്തിൽ ഒരു കുറവും വരല്ല. ഡീസൻ്റ് ആയിരിക്കണം. പൈസ ഒന്നും വിഷയമല്ല, പക്ഷെ മാന്യമായിട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഇവിടെ നടത്താൻ കാര്യം ഈ എണ്ണം പ്രശ്നമായതുകൊണ്ട് അപ്പോൾ അവിടെ അങ്ങനെ പെട്ടെന്നൊരു പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ചിന്തയിലൊക്കെയാണ് നമ്മളെ ഏൽപ്പിച്ചത്. അപ്പം സാറിന് അന്ന് ഹെൽത്തുകാർ വരും, പോലീസുകാർ വരും, ബഹളം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് എന്നെ കൂടെ ഏൽപ്പിച്ചത്. അപ്പം ഞാൻ എല്ലാം ചെയ്യാം, ശുശ്രൂഷകളെല്ലാം നിങ്ങൾ ചെയ്തോളൂ, ഞാൻ അവിടെ വന്നിരുന്നാൽ ഇത് കാര്യങ്ങളെല്ലാം. ഞാൻ പറഞ്ഞാൽ ശരി, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യണോ? ചെയ്യാം. ഏൽപ്പിച്ചു. ഇനി എൻ്റെ ഇഷ്ടത്തിൽ ചെയ്യാമോ? ചെയ്തോണം. എല്ലാം ചെയ്യണം. അപ്പം ഞാൻ മെനു എല്ലാം അയച്ചു കൊടുത്തു. നമ്മുടെ ഉള്ള സംവിധാനം എല്ലാം വെച്ച് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തു. മറന്നു പോകാൻ സമയമായിട്ടില്ല. ഏത് പരിപാടിക്ക് വന്നാലും വാതുക്കെ നെറ്റിക്ക് ഉടനെ ഒരു തോക്കുണ്ട്. മറന്നുപോയോ? എന്തുവാ? മറന്നല്ലേ? പോയിട്ടില്ല സാധനം, എങ്ങാണ്ടൊക്കെ ഉണ്ട്. നെറ്റിക്ക് ടെമ്പറേച്ചർ തോക്ക് മറന്നുപോയില്ലേ? എവിടെ ചെന്നാലും എന്ത് നോക്കും? ടെമ്പറേച്ചർ നോക്കും, നമ്മുടെ പേര്, ഫോൺ നമ്പർ എല്ലാം എഴുതിയെടുക്കും. അപ്പം ഇതെല്ലാം അതിൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്, മാൻഡേറ്ററിയാണ്. അപ്പം ഞാൻ ഈ നടത്തുന്ന ഇവൻ്റുകാരോട് പറഞ്ഞു, 2 പിള്ളേരെ കൊണ്ടുവരണം അത് എഴുതി വെക്കാൻ. അപ്പം ഇവർ വന്നു. രാവിലെ ഒരു 7-7:30 ആയപ്പോഴത്തേന് ഈ 2 കൊച്ചുങ്ങൾ വന്നു. അവർ ഡ്രസ്സ് മാറി എല്ലാം വൃത്തിയായിട്ട് അവിടെ പോയി നിൽപ്പുണ്ട്. ഇതുങ്ങളൊരു നല്ല നൈറ്റ്, ഒരു ചെറിയ മിടിയും ഒരു കോട്ടും ഒക്കെ ഇട്ട 2 നല്ല പെൺപിള്ളേരാണ്. വന്നൊരച്ഛൻ എന്നോടങ്ങ് തുടങ്ങി, എടോ പ്രിൻസിപ്പാസ്റ്റേ, എന്താ താനെന്നാ ഇങ്ങനെ തുടങ്ങി? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? പാപി സഭയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയേക്കുവാണോ? ഞാൻ ചോദിച്ചു, എന്തോന്ന്? കാല് കാണുന്ന 2 പെൺപിള്ളേരെ ലൈവ് പോവുക. ദൈവദോഷമല്ലേ? ഞാൻ ചോദിച്ചു, കിളവ താനിതിനെ നോക്കിയേ? മുതുക്കനെ കയറി പോയാൽ പോരെ, താൻ വട്ടം കെട്ടി നിൽക്കും, പോടോ കയറി. അല്ല, ഇളെന്തിനാ അവിടെ നിന്നേ? എനിക്കറിയാൻ വേണ്ടി അയാളെന്തിനാ അവിടെ നിന്നേ? കയറി പോയാൽ പോരെ. രണ്ടാമൊന്നുകൂടെ നോക്കിയോണ്ടല്ലേ പുള്ളി കണ്ടേ? ഒറ്റ വട്ടത്തിന് ഒന്നും കാണത്തില്ല. കണ്ട ഹെലൻ തലയാട്ടി. രണ്ടാമതൊന്നുകൂടെ നോക്കിയോണ്ടാണ് പുള്ളി എന്ത് ചെയ്തേ? കണ്ടേ. ഫസ്റ്റ് സൈറ്റിലൊന്നും കാണത്തില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടു, ഒന്നുകൂടെ നോക്കി, എല്ലാം പോയി. ഈ പിള്ളേരവിടെ ഇരിക്കുക, അതൊക്കെ നിന്നു, കല്യാണം നടക്കുക. അപ്പം ഞാനും വൈഫും കൂടെ പറഞ്ഞു, കൊച്ചങ്ങളെ ഒന്ന് വിളിച്ചു. അപ്പം എനിക്ക് മനസ്സിലൊരു സന്തോഷം. നല്ല 2 പെൺപിള്ളേർ. അപ്പം ഞാനും വൈഫും ഉണ്ട്. ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തു. ഈ കുഞ്ഞൊക്കെ 2 പേർക്ക് ഒരിച്ചിരി പൈസ കൊടുത്തു. ഈ പൈസ മേടിച്ചിട്ട് അവർ പറഞ്ഞു, അവരെന്നെ അച്ഛാന്നാണ് വിളിക്കുക. അച്ഛാ, ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങളെ മാർക്കിടല്ലേ, കമ്പനിയുടെയാ. അച്ഛൻ തളർന്ന് കിടക്കുക, അമ്മ രോഗിയാ,
ആഴ്ച ഒരിക്കൽ ഇങ്ങനെ പോകും. 10,000 രൂപ കിട്ടും. ആലുവായിൽ നിന്ന് സ്കൂട്ടർ ഓടിച്ച് വന്ന 7 മണിയായിട്ട് വരിക. ഞാൻ ഈ കൊച്ചിനോട് സംസാരിക്കുമ്പോൾ 10 മണിയായി. അപ്പോഴും എൻ്റെ മോൾ എഴുന്നേറ്റിട്ടില്ല. അല്ല, മനസ്സിലാക്കണം, അവർ കൊടുക്കവാ. അപ്പോഴാണ് ഈ 2 പെൺപിള്ളേർ ആലുവായിൽ നിന്ന് വണ്ടി ഓടിച്ച് സ്കൂട്ടറെ വന്ന് ഈ കോട്ട് വിട്ട് നിൽക്കുക. ഇനി ഇതുങ്ങളെപ്പം ചെല്ലും? നമ്മൾ കാണുമ്പോൾ അങ്ങ് മാർക്കിടും. പക്ഷെ എൻ്റെ തമ്പുരാനൊരു പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യൻ്റെയും പുറം നോക്കി മാർക്കിടാതെ അകമറിയുന്നൊരു ക്രിസ്തുവുണ്ട്. ക്രിസ്തുവിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. നമ്മൾ പെട്ടെന്ന് ഒരു മനുഷ്യനെ അങ്ങ് മാർക്കിടും. നമ്മൾ ഈ വലിയ ഒരുങ്ങി ബഹളം വെച്ച് നടക്കുന്ന പിള്ളേരെയൊക്കെ മാർക്കിടും. എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം കാണിക്കുന്നത്. 2 വട്ടം ആഞ്ഞു ചോദിച്ചാൽ ഇതുങ്ങൾ കരയും. മനുഷ്യരെല്ലാം പുറം കാണുന്നതാണ്. പക്ഷേ ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന ഒരു വല്ലഭനുണ്ട്. കണ്ണുകളടച്ചൊരു നിമിഷം കരമുയർത്തി ആ കർത്താവിനോടെല്ലാം പറയാം. മക്കളെ, എല്ലാം പറയാം. പുറം കണ്ട് മാർക്കിടത്തില്ല. പുറം കണ്ട് അഹങ്കാരിയാന്ന് പറയത്തില്ല. പുറം കണ്ട് മോശമാണെന്ന് പറയത്തില്ല. അകം കാണുന്നൊരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭൻ, ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേകിടുന്നു. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേകിടുന്നു. ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്. ഞാൻ പെട്ടെന്ന് ബയാസ്ഡ് ആകുന്നുണ്ടോ? ക്രിസ്തു ശിഷ്യർ ബയാസ്ഡ് ആകല്ലേ. ഒരു മനുഷ്യനെയും പെട്ടെന്ന് വിധിക്കരുത്. ഒരു മനുഷ്യനെയും പെട്ടെന്ന് വിധിക്കരുത്. എല്ലാവരുടെയും അകത്ത് പുറം കാണാത്തൊരകമുണ്ട്. മനുഷ്യൻ കാണാത്തൊരു മുഖമുണ്ട്. മനുഷ്യൻ കാണാത്തൊരു മുഖമുണ്ട്. അത് കാണുന്ന, അറിയുന്ന ക്രിസ്തു അവനെ തൊട്ടത് അവൻ്റെ പുറത്തല്ല, അവൻ്റെ അകത്തെയാ. അവൻ്റെ അകത്തെയാ കർത്താവ് തൊടുന്നേ. ഈ രാത്രി ആ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ അനുഭവിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഈ രാത്രിയിലും അകമറിയുന്ന ഒരു കർത്താവ്. The Lord who knows your inner being. എല്ലാം പറയാനൊക്കുന്ന ഒരു ക്രിസ്തു. ആരിലും എൻപനുഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസമാവ
ആമേൻ. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ആമേൻ. നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ആ കാലത്ത് ക്രിസ്തു പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു. എല്ലാവരും വാക്കെന്ന് പറഞ്ഞ് എവിടെ ചെന്നു? മലയിൽ. ഹി വെന്റ് ഔട്ട് ടു ദ മൗണ്ട് ടു പ്രേ. ഒരു ഉയർന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. ഉയർന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ് ഓഫ് റോഡ് റൈഡ്. എന്തിനാണ്? വണ്ടി ഓടിച്ച് വലിയ കളത്തിലൊക്കെ പോവുക. പ്രാർത്ഥിക്കാൻ പോകണം ഉയർന്ന സ്ഥലങ്ങളിൽ. എന്തിനാ ചോദിച്ചാൽ ചുറ്റോട് ചുറ്റും നോക്കി എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഉയർന്ന സ്ഥലത്ത് ക്രിസ്തു പോയി. അങ്ങനെ പല സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്. യേശു ഉയർന്ന സ്ഥലത്ത് ഒരു മലയിൽ പോയി എന്ത് ചെയ്യുന്നത്? ക്രിസ്തു ഒരു ശബത്തിൽ വെളഭൂമി കൂടെ എന്ത് ചെയ്യുക? കടന്നു പോകുമ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ കതിർ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. ഈ കൈകൊണ്ട് കതിര് പറിച്ച് തിരുമ്മി തിന്നുമ്പോൾ ഉള്ള പ്രശ്നമുണ്ട്. ശബത്ത് ലംഘിക്കുക. അന്ന് സാബത്ത് ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല. ആ ലോയ അവർ തെറ്റിക്കുക. അപ്പോൾ അത് കണ്ട പരീശരിങ്ങനെ എന്തോ ഉണ്ടെന്ന് നോക്കി നടക്കും. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അവരുടെ പേരെന്താ? പരീശര്. എന്തോ ഉണ്ടെന്ന് നോക്കുന്നവരുണ്ട്. അതിന്നും ഉണ്ട്, എക്കാലമുണ്ട്. ചെറിയ തെറ്റുകൾ പോലും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഇരിക്കുന്നവർ. അവര് പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരെന്താ ഇങ്ങനെ ചെയ്യുക? അപ്പം ക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട്. ദാവീദ്, നമ്മുടെ വല്യപ്പച്ചൻ, പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ അവകാശമുള്ള കാഴ്ചയപ്പം, അതായത് അതിന് പ്രത്യേകമായ ഫുഡാണ്, അതെടുത്ത് കഴിക്കുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തല്ലോ. അത്രയും വലിയ തെറ്റൊന്നും എൻ്റെ ശിഷ്യര് ചെയ്തില്ല. ഇച്ചിരി കതിര് തിരുമ്മി തിന്നല്ലേ ഉള്ളൂ. ഈ നെൽക്കതിര് പറിച്ച് കഴിച്ചാൽ അവിടെ വിശപ്പടങ്ങിയില്ല. പിന്നെ അവരെന്തിനാ അത് ചെയ്തേ? ഒരു രസത്തിന് ചെയ്തായിരിക്കാം, വിശപ്പ് കൊണ്ടായിരിക്കാം, അങ്ങ് ചെയ്തു. നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? ഞാനായിരുന്നു ചെയ്തേനെ. ചോദിച്ചേനെ, എൻ്റെ ശിഷ്യരെ, പത്രോസേ, തോമാസേ, നിറഞ്ഞോ? സമാധാനമായല്ലോ? അപ്പം നിറഞ്ഞില്ലേ? കിട്ടിക്കോ, എല്ലാവർക്കും കൂടെ മേടിക്കോ. ശബത്ത് ലംഘിച്ച കല്ലറ. അങ്ങനെ എങ്ങാനും ക്രിസ്തു പറഞ്ഞായിരുന്നെങ്കിൽ എന്തു പറ്റിയേനെ? അവിടെ നിന്നവരെല്ലാം കൂടി ആരെ എറിഞ്ഞേനെ? ശിഷ്യരെ എറിഞ്ഞേനെ. ശബത്ത് ലംഘിച്ചതാ. ഈ ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, കൂട്ടത്തിൽ കൂടി എറിയത്തില്ല. നമുക്ക് ഈ കൂട്ടത്തിൽ പറയാൻ ഇഷ്ടമാണ്. ഒരു ഗുരുവിനെ എല്ലാവരും കൂടെ കല്ലെറിയുക. അപ്പം കല്ലെറിയാൻ ആഹ്വാനം കൊടുത്ത ഗുണ്ട യുനോ, ഗുണ്ട. ഇംഗ്ലീഷിൽ ഗുണ്ടയ്ക്ക് എന്താ പറയുന്നത്? ഗുണ്ട തന്നെയാ. വില്ലൻ, പിന്നെന്താ? ഗാങ് ലീഡർ, ഗാങ്സ്റ്റർ. ഗുണ്ട, ഗാങ്സ്റ്റർ പറഞ്ഞു എല്ലാവരും എറിയണം, എറിഞ്ഞില്ലെങ്കിൽ എറിയുമെന്ന് പറഞ്ഞു. അപ്പം പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ ഇങ്ങനെ നിൽക്കുക. ശിഷ്യനൊരു ചിന്ത, എറിഞ്ഞില്ലേ തന്നെ എറിയത്തില്ലേ? എറിയുന്നത് എങ്ങനെ? ഗുരുവിനെ. അപ്പോൾ ഈ ശിഷ്യനൊരു കാര്യം ചെയ്തു. തെക്കും പൊക്കും നോക്കിയപ്പം കുറച്ച് റോസാപ്പൂ നിൽക്കുന്നു. അത് പറിച്ചിട്ട് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. അപ്പം ഗുരു പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇതുവരെ ഒരു കല്ലും എന്നെ നോയിപ്പിച്ചില്ല, പക്ഷെ നീ എറിഞ്ഞ പൂ എന്നെ നോയിപ്പിച്ചു. എനിക്ക് നൊന്തു. കാരണം നീയും എന്ത് ചെയ്തു? നീയും എറിഞ്ഞു. നമ്മളിങ്ങനെ വല്ലതും ഉണ്ടായിരിക്കും, ഇച്ചിരി ഇല്ലാതെ ഇച്ചിരി നാറത്തില്ലല്ലോ. എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ നമുക്ക് 1000 നാവാം. കൂട്ടത്തിൽ കൂടി കുറ്റം വിധിക്കുന്നവരാണോ യേശു? അല്ല. യേശുവിടെ വഴക്ക് പറഞ്ഞാലോ? പക്ഷേ ക്രിസ്തു അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. എല്ലാവരും എറിയുന്നവരെ ആരെറിയില്ല. യേശു എറിയാൻ കൂട്ടു നിൽക്കില്ല. എല്ലാവരും കല്ലെറിയാൻ നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ ക്രിസ്തുവിടെ കല്ലെറിഞ്ഞാൽ, വിട്ടുകൊടുത്താൽ, ചതഞ്ഞ ഓടിക്കത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയത്തില്ല. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. എല്ലാവരും പറയുന്ന കുറ്റം വിധിക്കുന്ന ഒരാളെ ക്രിസ്തു
അവരുടെ മനസ്സ് കാണുന്ന, കുറ്റപ്പെടുത്താത്തൊരു കാലം. നമുക്ക് ഈ ലോകത്തിലെ മോശമെന്ന് പറയുന്നവരെല്ലാം ആരാണ്? മോശമാണ്. മോശമെന്ന് പറയുന്നവരെല്ലാം ആളാണ്. മക്കൾക്ക് ഒരു പഴയകാല നാടിൻ്റെ ഒരു സ്വഭാവത്തിൽ പിള്ളേർക്ക് മനസ്സിലാകാൻ ചിലപ്പോൾ ഇവിടുത്തെ അവിടെ ഈ ശരീരം വിറ്റ് ജീവിക്കുന്ന സെക്ഷൽ വർക്കേഴ്സ് എന്ന് പറയുന്നവർ, അവരുടെ പേരിലൊക്കെ ഇപ്പോഴൊക്കെയാണ് അങ്ങനെ സെക്ഷൽ വർക്കേഴ്സ് എന്നൊക്കെ പറയും. പണ്ടൊക്കെ ഒരു ദേശത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ഒരാൾ അറിയപ്പെടുക. ഇന്നിടത്ത് ഇന്നാര്, ഇന്ന ദേശത്ത്, ആ ദേശത്തിൻ്റെ പേരും ഇതുമായിട്ടൊക്കെ അവരറിയപ്പെടും. അങ്ങനെ മോശപ്പെട്ട പേരുള്ള ഒരു സ്ത്രീ ഒത്തിരി വർഷം മുമ്പാണ്. പക്ഷേ എനിക്കവർ മോശപ്പെട്ടാണെന്നും അറിയില്ല. അപ്പോൾ എന്നോട് ഒരാളോട് പറഞ്ഞു, എനിക്ക് ഇന്നാരെ ഒന്ന് കാണണം, പ്രിൻസ് ഭാഷ. അപ്പോൾ അന്ന് നമ്മളിങ്ങനെ ആരുണ്ട് എവിടെ ഉണ്ടെന്ന് തപ്പി നടക്കുന്ന കാലമാണ്, പോകാനും പ്രാർത്ഥിക്കാനും. അപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇന്നടത്താന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ വീട്ടിലോട്ട് പോയി. അപ്പം ഞാൻ പോകുന്നിടത്തല്ല ഇവരുടെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഈ പ്രായമുള്ളവരെല്ലാം ചോദിക്കുന്നു, കുഞ്ഞ് എവിടുന്നാ, എവിടത്തെയാ? അപ്പോൾ ഈ കുഞ്ഞ് പറഞ്ഞു, ഞാൻ തുണ്ടത്തിലെ പാസ്റ്റർ മോനാണോ? അപ്പോൾ ഇന്നാരാണ്, അങ്ങോട്ട് പോവാ. ഞാൻ അവിടെ ചെന്നു പ്രാർത്ഥിച്ചു, കുറേ നേരം ഇരുന്ന് ഒത്തനൊക്കെ പറഞ്ഞ്. അതിനു മുമ്പ് എൻ്റെ വീട്ടിലറിഞ്ഞു കുഞ്ഞെങ്ങോട്ട് പോയിട്ടുണ്ട്. ഒത്തിരി വർഷം മുമ്പ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കുഞ്ഞിങ്ങോട്ട് വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് ഫോണൊന്നും ഇല്ല. എന്നാലും വീട്ടിൽ ചെന്നപ്പോൾ, നീ അവിടെ പോയോ? ആ പോയി. അനുബന്ധ പോയി. അപ്പോൾ പറഞ്ഞത് മോശപ്പെട്ട കാര്യം. ഞാൻ പിന്നെ പലവട്ടം ആ സഹോദരോട് സംസാരിച്ചു. ആ സഹോദരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിട്ട്, അവരുടെ ഭർത്താവ്, അപ്പനൊരു മദ്യപാനിയായിരുന്നു. മദ്യപാനിയായ ഭർത്താവ് അപ്പന് പെൺകൊച്ചിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം കൂടി ഒരു പ്രായമുള്ളൊരുത്തിൻ്റെ കൂടെ കെട്ടിച്ചു. അവന് സംശയരോഗി, എന്നും അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആരടി വന്നിട്ട് പോയേ, ഇവിടെ ആരടി നിന്നേ, അവിടെ ആരാടി നടി, അടിയുടെ പേട്ട കേട്ട്. അപ്പോൾ ഇവക്കൊരു കാര്യം തീരുമാനിച്ചു, പോയാലും പോയില്ലേലും എന്ത് ചെയ്യും, അടി കിട്ടും. ഈ ആട്ടിക്കുന്ന ഭർത്താവിനുള്ള ദേഷ്യം തീർത്താൽ അവിടെ മനസ്സങ്ങനെ മാറി. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ പേര് ഞാൻ പൈസ മേടിച്ചുണ്ടാക്കിയിട്ടില്ല, വൈരാഗ്യമായിരുന്നു അപ്പനോടും ഭർത്താവിനോടും. മനുഷ്യൻ്റെ മനസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത. ക്രിസ്തു എല്ലാവരും കുറ്റപ്പെടുത്തുന്നവരെ എന്ത് ചെയ്യത്തില്ല, ചേർന്ന് നിന്ന് കുറ്റപ്പെടുത്തുവോ? ഇല്ല. ക്രിസ്തു പറയുകയാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദാവീദ് കൂടെയുള്ളവർക്ക് എന്താ ചെയ്തത്? എന്നിട്ട് വലങ്കൈ വരണ്ട ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ക്രിസ്തു അവനെ സുന്ദരമാക്കി, സൗഖ്യമാക്കി. എന്നിട്ട് ഒരു മലയുടെ മുകളിലേക്ക് പോയി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അവിടെ നമ്മൾ കാണുകയാണ്, ക്രിസ്തു അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അവർ ചെറിയൊരു തെറ്റ് ചെയ്തു, വേണേ അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ തെറ്റ് ചെയ്തവനെ തള്ളിക്കളയുന്ന ഒരു ക്രിസ്തു അല്ല ഇവിടെ കാണുക. അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ ചേർത്ത് പിടിക്കുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. വീണ്ടും നമ്മൾ ക്രിസ്തു പ്രാർത്ഥിച്ച ഭാഗങ്ങൾ 9:18, ചാപ്റ്റർ 9 വേഴ്സ് 18. അവൻ തനിച്ചു മൈക്കിൽ കൂടെ വായിച്ചാൽ നല്ലായിരുന്നേ, മൈക്ക് എല്ലാവർക്കും കേൾക്കായിരുന്നു. സോറിയേ. അവൻ തനിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മതി മോളെ, തനിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ക്രിസ്തു സ്നാനമേറ്റ് കയറിയ ഉടനെ പ്രാർത്ഥിച്ചു. നിർജ്ജനദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിച്ചു. ഇവിടെ എങ്ങനെ പ്രാർത്ഥിച്ചു? തനിച്ച് പ്രാർത്ഥിച്ചു. അതിന് മുകളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. എന്താണത്? ക്രിസ്തുവിൻ്റെ അടുക്കൽ ആൾക്കാരെ ഒത്തിരി പേര് വന്നു. അപ്പോൾ പകൽ കഴിയാറായപ്പോൾ അവൻ പറഞ്ഞു, പുരുഷാരം ചുറ്റുമുള്ള ഈ പകൽ കഴിയാറായപ്പോൾ 12 പേർ ശിഷ്യർ യേശുവിനടുക്ക വന്ന് പറഞ്ഞു, നാം ഇവിടാണ്, അതുകൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളും പോയി രാത്രി പറപ്പാനും ആഹാരം വാങ്ങാനും വേണ്ടി അവരെ എന്ത് ചെയ്യണം? പറഞ്ഞയക്കണം. ഇതാണ് ഈ ശിഷ്യരുടെ പ്രത്യേകത. അവർക്ക് എത്രയും പെട്ടെന്ന് യോഗം തീർക്കണം. എന്നിട്ട് എവിടെ പോകണം? വീട്ടിൽ പോകണം. ഇങ്ങനെ നിർബന്ധമുള്ളവരുണ്ട്. പെട്ടെന്ന് യോഗം തീർക്കണം. എന്നിട്ട് ഒരു നിർബന്ധമില്ല, എന്നിട്ട് വേണേ പുറത്തിറങ്ങി വർത്താനം പറയും രാത്രി 12 മണി വരെ. പക്ഷേ എന്തോ ചെയ്യണം? ആൾക്കാരെ പറഞ്ഞു വിടണം. ഞാനും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു അച്ചായൻ എന്നോട് പറഞ്ഞു, മോനെ 1 മണിയാകുമ്പോൾ യോഗം നടത്തണം. ഇവിടുത്തെ പോലെ ഡ്യൂട്ടിക്കൊന്നും പോകണ്ട എന്നാൽ പോലും. അപ്പം ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഒക്കെ അന്തരീക്ഷം അങ്ങനെയൊന്നും വലിച്ചു നീട്ടാൻ ഒക്കത്തില്ല മക്കളെ. നമ്മൾ ചിന്തിക്കുന്ന പോലെ യോഗമൊന്നും വലിച്ചു കിട്ടാൻ ഒക്കത്തില്ല. ഒക്കുമോ? ഇല്ല. പക്ഷെ ചിലപ്പോൾ സമയത്ത് നീണ്ടുപോയെങ്കിൽ
അന്നേരം ഒരു പാട്ട് പാടും, അത്യാവശ്യമായിട്ട് പോകേണ്ടവർ പോകണം. അപ്പോൾ ഒരാളിനോടൊന്ന് പറഞ്ഞു, അങ്ങനെയല്ല, നിനക്ക് വിവരമില്ലാത്തതുകൊണ്ട്, നീ കൊച്ചനല്ലേ, 1 മണിക്ക് പോകുമ്പോൾ ആശീർവാദം കൂടെ കിട്ടി വേണം പോകാൻ. എനിക്ക് സത്യത്തിൽ അങ്ങ് സങ്കടമായി. ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച നിർബന്ധമായിട്ടും ആശീർവാദം കിട്ടേണ്ടവർ ദയവായി നമ്പർ തരൂ, SMS ആയി. ഇപ്പം എല്ലാം അങ്ങനെ ടെക്സ്റ്റ് മെസ്സേജായി, ബെനഡിക്ഷൻ ഫോണിലേറ്റ് എത്തി. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ പ്രത്യേകത എന്താ, എങ്ങനെ എന്ത് ചെയ്യണം പറഞ്ഞ് അയക്കണം. ഞാൻ ഒരു യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കുക, സങ്കടം തോന്നി. ഇതൊക്കെ ഭയങ്കര ദൈവ സാന്നിധ്യം. കുഞ്ഞുങ്ങളല്ലേ, അവർ സത്യസന്ധരാണ്. കാരണം എനിക്ക് ഈ പിള്ളേരെയൊക്കെ ഇഷ്ടമാണ്. പിള്ളേർ പലരും സത്യസന്ധരാണ് കുറച്ചൊക്കെ. ഞാൻ ഒരു ക്യാമ്പ് നടക്കുക, എല്ലാ പിള്ളേരും കൂടെ ഹോളിലോട്ട് കയറി കിടത്തുക. എല്ലാവരും ഹോളിലാണ്, നമ്മൾ ഈ ക്യാമ്പിൻ്റെ ആൾക്കാരാണ്. സന്തോഷമായി പിള്ളേരുടെ. അപ്പം ഞാൻ ചുമ്മാ എല്ലാവരും വിളിച്ചിട്ട്, പോയി ഹോളിനകത്ത് കിടക്കുന്നേ, ഹോള് പരിശുദ്ധമായ സാധനമല്ലേ. എല്ലാവരും ഒരു കാര്യം ഞാൻ പറയുക, ബീഡി വലിക്കുകയാണെങ്കിലും പുറത്തിറങ്ങി വലിച്ചേക്കണം, അകത്തിരുന്ന് വലിക്കരുത്. ഹോളല്ലേ, എടുത്ത് പോയി. ഇല്ല അങ്കളെ, കഴിഞ്ഞ ആഴ്ച നിർത്തിയായിരുന്നു. എനിക്കത് ഞങ്ങൾക്ക് ഇഷ്ടമായി. അവനൊന്നിലെ സത്യം പറഞ്ഞു. ഞാൻ ഒരു 11 വർഷം പ്രേമിച്ച ഒരു കപ്പിളിൻ്റെ കഥ പറയുക. മക്കളെ, 1, 2 അല്ല, 5 അല്ല, 8 അല്ല, നിങ്ങളുടെ കൂട്ടൊന്നും അല്ല, 11 വർഷം. നമ്മളൊരു സംഭവം പറയുമ്പോൾ ഇങ്ങനെ പൊലിപ്പിച്ച് ഒക്കെ പറയണ്ടേ. അപ്പോൾ ഫ്രണ്ട് ഇതുപോലെ പെൺപിള്ളേരിയ്ക്കുക, മക്കളെ നിങ്ങളാരും 11 വർഷമായില്ലോ, ഒരു കൊച്ചോളം ഇല്ലെങ്കിലേ 6 മാസമായുള്ളൂ. എനിക്ക് അവൻ സത്യം പറയും. ആര് മക്കൾ പിള്ള മനസ്സിൽ. ഞാനൊരു അമേരിക്കയിൽ കൊച്ചു, അതെനിക്ക് ഈ പിള്ളേരോട് ഭയങ്കര ഇഷ്ടമാണ്. അമേരിക്കയിൽ ചോദിച്ചോണ്ട് ചോദിച്ചു, ഹൗ വാസ് മൈ മെസ്സേജ് അങ്കിൾ, ട്രൂലി സ്പീക്കിംഗ് ഇറ്റ് വാസ് ടു ബോറിംഗ്. ട്രൂലി സ്പീക്കിംഗ് ഇറ്റ് വാസ് ടു ബോറിംഗ്. എനിക്ക് അവനെനിക്ക് ഇഷ്ടമായി. നമ്മളന്നേ പറഞ്ഞതിനെ ഒന്നും കേട്ടില്ല, എന്തോ ഒരു അനുഗ്രഹമായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കത്തിൽ നമ്മൾ പറയും എന്തോ ഒരു അനുഗ്രഹമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു സ്വത്രം പറയുന്നത് കണ്ടിട്ടില്ലേ? അപ്പം അതാണ് മക്കൾ സത്യസന്ധരാ. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുക. ഞാൻ അവരെല്ലാം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. ആ ക്യാമ്പിൻ്റെ മെയിൻ സംഘാടകനായിട്ടുള്ള ഒരാൾ എൻ്റെ പോക്കറ്റിൽ കൊണ്ടൊരു കവർ ഇട്ടിട്ട് പറഞ്ഞു, എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ട് പോക്കൂ, ഞാൻ പോവാന്ന് പറഞ്ഞു. എൻ്റെ വണ്ടിക്കൂലിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അന്നേരം എൻ്റെ ഡീസൽ അടിക്കാൻ പൈസ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്ന ഞാൻ അത് മേടിക്കത്തില്ല. അതാണ്, അവർക്ക് പോകണം, ഞങ്ങൾ പോവാം. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് തീർത്തിട്ട് എന്ത് ചെയ്തു, പോയിക്കോ. ദിസ് ആറ്റിറ്റ്യൂഡ്. ശിഷ്യർ പറയുക, എന്ത് ചെയ്യണം, പറഞ്ഞു വിട്ടേക്കണം. ഇന്ന് ഇത് തന്നെയൊക്കെയാണ്, വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, പറഞ്ഞു വിടണം. ക്രിസ്തുവിനെ ടെസ്റ്റ് ചെയ്ത് അവർ വന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അപ്പം കർത്താവ് എന്താ പറഞ്ഞേ, അവൻ അവരോട്, നിങ്ങൾ പോകാൻ പറ്റില്ല. കർത്താവ് പറഞ്ഞു, അങ്ങനെ വിടാനൊക്കത്തില്ല, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം, ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം, അങ്ങനെ പോകാൻ വരട്ടെ, നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം, ഭക്ഷിക്കണം. അപ്പം കർത്താവ് എന്ത് ചെയ്തു, 5 അപ്പവും 2 മീനും അല്ലാതെ. അപ്പൊ അവര് പറഞ്ഞു 5 അപ്പവും 2. നമ്മൾ മറ്റു സുവിശേഷങ്ങൾ കാണുന്നുണ്ടത്, ഒരു ബാലിന്റെ പക്കൽ എന്തുണ്ട്, 5 അപ്പവും 2 മീൻ. ആ 5 അപ്പവും 2 മീനും എടുത്തിട്ട് കർത്താവ് എന്ത് ചെയ്തു, 5000 പുരുഷന്മാരുണ്ടായിരുന്നു. ക്രിസ്തു അത് എടുത്ത് സ്വർഗത്തേക്ക് നോക്കി എന്ത് ചെയ്തു, വാഴ്ത്തി. എന്നിട്ട് വാഴ്ത്തി അല്ലേ, എല്ലാവരെയും ഇരുത്തി സ്വർഗത്തേക്ക് നോക്കി അനുഗ്രഹിച്ച് വാഴ്ത്തി. എന്നിട്ട് എന്ത് ചെയ്തു, നുറുക്കി. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. അതിന് മുമ്പ് ക്രിസ്തു ചെയ്ത ഒരു കാര്യമുണ്ട്. അവരെ 50 വീതം, 5000 പുരുഷന്മാരുണ്ട്. അപ്പം എത്ര വീതം ഇരുത്തി, 50 വീതം. അപ്പം എത്ര ലൈൻ കാണുമെന്ന് ഓർത്തോണം. ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കുക. 5000 എവിടെ കണക്ക് പറയും, ഞങ്ങൾ സയൻസാണെന്ന്. സയൻസ് ചോദിച്ചാൽ പറയും ഞങ്ങൾ കണക്കായിരുന്നു. 10,000 50ൻ്റെ അപ്പുറത്ത് 2 100 പന്തിയായിട്ട് ഇരുത്തി. എത്ര പേരെ? അപ്പോൾ നമ്മുടെ അച്ചായൻ പറഞ്ഞു, താന്നീക്കാരൻ കറിയാച്ചാനെ, ഞാൻ ആരുടെ മുമ്പിൽ ഇന്ന് വരെ ഇരുന്നിട്ടില്ല, എന്നെ അങ്ങനെ ആരും ഇരുത്താനും നോക്കണ്ട. ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ഇരുന്നിട്ടില്ല. കുഴപ്പമുണ്ട്, ഇരിക്കാത്തവർക്ക് കൊടുക്കാൻ കർത്താവിൻ്റെ കയ്യിലൊന്നുമില്ല. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കഴിക്കണോ, കർത്താവ് പറയുന്നിടത്ത് എന്ത് ചെയ്യണം, ഇരിക്കണം. ഞങ്ങളങ്ങനെ ഇരുത്താൻ നോക്കണ്ട, നമ്മുടെ ശൈലല്ലേ. എന്നെ അങ്ങനെ ആരും ഇരുത്താൻ
നോക്കണ്ട. പക്ഷെ കർത്താവ് വല്ലതും തരണോ? കർത്താവ് പറയുന്നിടത്ത് എങ്ങനെ ചെയ്യണം? അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ഫ്രണ്ട് ലൈനിൽ ഇരിക്കണം. നീ 100-ാമത്തെ ആണേ 100-ാമത്തെ, 1-ാമത്തെ ആണേ 1-ാമത്തെ. ഇതെല്ലാം ഇരുത്തുന്ന ആരാ? ഏതോ സമയത്ത് വന്നവനും അവനവനുള്ളത് കൊടുത്ത് വിട്ടോളും. എനിക്ക് 1-ാമതിരിക്കണമെന്ന്. ഞാൻ 100-ാമത്തെ പന്തി ഇരുത്തിക്കാനൊക്കെ പോവും. ഈ സഭയിൽ ആദ്യം വന്നത് ഞാനല്ലേ, വേല തുടങ്ങിയത് ഞാനല്ലേ. കർത്താവ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നിടത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. എല്ലാവരും പറഞ്ഞ് കർത്താവ് പറയുന്നിടത്ത് എന്ത് ചെയ്യണം? ഇരിക്കണം. എന്നാലേ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? കഴിക്കാനൊക്കത്തുള്ളൂ. എന്നിട്ട് കർത്താവ് എടുത്തിട്ട് വാഴ്ത്തി. അത് ഭയങ്കരമാണ്. വാഴ്വ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഉയർത്തി കർത്താവ് ഇങ്ങനെ ബ്ലസ് ചെയ്തു. എന്തോ ഒരു അനുഗ്രഹമാണ്. ഉയർത്തി എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? നുറുക്കി. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. പിച്ച് ചീന്തി നുറുക്കി, മുറിച്ച്, വലിച്ച്, മുറിച്ച് ഇത്രയും പീസാക്കി. വാഴ്വ് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എന്ത് പാടാ? നുറുക്കൽ പാടാ. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണോ? ദൈവം ഒന്ന് നുറുക്കും. ഒരു നുറുക്കൽ പ്രക്രിയയിലൂടെ പോകാത്ത ആരും അനുഗ്രഹിക്കപ്പെടത്തില്ല. ഓരോരുത്തരുടെ നുറുക്കലുകൾ ഓരോന്നായിരിക്കാം. ചിലർക്കത് രോഗമായിരിക്കാം, ചിലർക്കത് തകർച്ചകളായിരിക്കാം, ചിലർക്ക് ദൈവസഭ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലവാരത്തെ കർത്താവിനെ വേല ചെയ്യുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ ഒരു സംഭവം കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഒന്ന് പേടിച്ചുപോയി. അദ്ദേഹം യോഗം നടത്തിക്കൊണ്ടിരിക്കുക ചെറിയ സ്ഥലത്ത് എന്ന് ഒരു വിശ്വാസികൾ അധികം ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് പുതിയ വില ഉണങ്ങി വില വന്ന ഒരു ഷെഡ് കെട്ടി അവിടെ ആരാണ് നടക്കുക. ആ ഇടയ്ക്ക് പുതുതായിട്ട് വന്നൊരു പെൺകുട്ടി യോഗം നടക്കുമ്പോൾ ഓടി വന്ന് അകത്തോട്ട് കയറി, യോഗ സ്ഥലത്തോട്ട് കയറി മണ്ണെണ്ണ ഒഴിച്ചങ്ങ് തീ വെച്ചു. യോഗ സ്ഥലത്തോട്ട് കയറി മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. എന്തായിരിക്കും? വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? അതും ഇതര മതപശ്ചാത്തലത്തിൽപ്പെട്ടൊരു കുട്ടി. അതൊക്കെ എങ്ങനെ ഓർക്കം ചെയ്തു? ഇന്ന് നമ്മുടെ ഭയങ്കര ദൈവാസഭയാണ്. എന്താ ചെയ്യുന്നത്? തമ്പുരാനെ നുറുങ്ങാൻ അനുവദിക്കാം. എല്ലാവരും ദൈവം എന്ത് ചെയ്യും? നുറുക്കും. വർദ്ധിപ്പിക്കണോ? അനുഗ്രഹിക്കപ്പെടണോ? ആത്മാക്കൾ വരണോ? എന്ത് ചെയ്യുന്നുണ്ടാവണം? നുറുക്കം. നുറുക്കി. കാരണം ഈ 5 അപ്പവും 2 മീനും അവന് വേണ്ടി മാത്രമുള്ളതല്ല. 5000 പേർക്കുള്ളവരെ എല്ലാം ദൈവം എന്ത് ചെയ്യും? നുറുക്കി. നുറുക്കി. ഞാൻ ചിലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം സത്യത്തിൽ പറയുമ്പം സങ്കടമൊക്കെ ഉണ്ടെന്നാൽ പോലും ഞാൻ ആദ്യമായിട്ട് വിദേശത്ത് പോകുന്ന ഒരു ദിവസമുണ്ട്. എനിക്ക് വിസ കിട്ടിയ ഒരു ദിവസം. അതിൻ്റെ തലേ രാത്രി, അതായത് എനിക്ക് വിസ വന്നു എന്ന് എന്നോട് പറയുന്നതിൻ്റെ തലേ രാത്രി നടന്നൊരു സംഭവമുണ്ട്. ആ ദിവസങ്ങളിലാണത്. ആ ഒരു ബേബി പ്രീവിയസ് സെയിം നൈറ്റ് ആയിരിക്കത്തില്ല, എന്നാലും വലിയ ഞാൻ പൗരുഷനിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിരുന്ന ഒരു പയ്യൻ, വീട്ടിൽ തന്നെ താമസിച്ച് കോളേജിലൊക്കെ പോയിക്കൊണ്ടിരുന്നൊരു കൊച്ചന്, അത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അവന് ഭയങ്കര ആരോഗ്യമാണ്, ഇരുമ്പാണ് ചെറുക്കൻ. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ കൊണ്ട് കിടക്കും. അവൻ ഇച്ചിരി ഉഴപ്പനായതുകൊണ്ട് അവൻ്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാണ്. വീട്ടിൽ നിന്നുണ്ടായിരുന്നു കോളേജിലൊക്കെ പോകുന്നത്. കൈക്കൊക്കെ ഈ മസിലാണ്, നല്ല ആരോഗ്യമുള്ള ചെറുക്കൻ. അവൻ പിന്നെ അങ്ങ് ഗാങ്സ്റ്ററായി, ഒരു ഗാങ്ങിലായി പോയി. അവന് ഏതാണ്ട് കൊട്ടേഷനൊക്കെ ആയി, പിന്നെ കേട്ടു, അങ്ങനെ പോയി. എന്നാൽ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമോ, വല്ലപ്പോഴും ഒക്കെ വരും, ബൈക്കൊക്കെ ഇരപ്പിച്ചവൻ വരും. ഭയങ്കര നല്ല ആരോഗ്യമുള്ള ചെറുക്കനാണ്, കൊച്ചു ചെറുക്കനാണ്, ഒരു ഡിഗ്രിക്ക് പഠിക്കുക. അപ്പോൾ ഒരു ദിവസം എൻ്റെ കൂട്ടത്തിൽ അന്നൊരു ഡ്രൈവറുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വന്ന. അവനെ ഇവനെ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം. ഇവനെ അടിക്കുന്ന എന്തിനാ? ഇവനെ അടിച്ചിട്ട് പിന്നെ ഞാനിൻ്റെ പുറകെ പോകണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വിഷയമൊക്കെ സാരമില്ല, ഞാനങ്ങ് തീർക്കാം. ഞാൻ അപ്പയോട് പറഞ്ഞു, നിങ്ങൾ ആരും ഇടവേണ്ട, ഞാൻ തീർത്തോളാം. അവൻ നമ്മുടെ തീർക്കാനല്ലേ, എനിക്കറിയാം, എൻ്റെ കൂടെ നടന്നതല്ലേ. ഞാൻ അവനെ വിളിച്ചേട്ടാ, നീ എവിടെയാടാ? ഞാൻ ടൗണിലുണ്ട്, നീ ഇങ്ങോട്ട് വന്നേ. എന്നാ ചേച്ചാ, ഒരു അത്യാവശ്യ കാര്യമാണ്, നീ ബാ. എൻ്റെ മുന്നേ അവൻ വന്നു. അവനിങ്ങനെ ബൈക്കിലൊക്കെ വന്നു. നല്ല മസിലാ. ഞാൻ പറഞ്ഞിരിക്കുക. അവൻ ഈ സിംഗിൾ സിറ്റി ഇങ്ങനെ ഇരുന്നു. വർത്താനൊക്കെ ചോദിച്ചിട്ട്, മക്കളെ നിനക്ക് ഇവനോട് എന്താ പ്രശ്നം? എൻ്റെ കൂട്ടത്തിൽ അവനോടത്തെ പ്രശ്നം അച്ചാച്ചാ പിന്നെ പറയാം. അച്ചാച്ചൻ എൻ്റെ അച്ചാച്ചൻ, പക്ഷേ ഇവനിട്ട് ഞാൻ കൊടുക്കും. ആദ്യം അടി കൊടുത്തിരിക്കും. ഞങ്ങളുടെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ആദ്യം അടിക്കുക, പിന്നെ കോംപ്രമൈസ്. ഫസ്റ്റിൽ അടി നടക്കട്ടെ. അടിയുണ്ട്, അതിനുള്ള എല്ലാ സെറ്റപ്പും ക്രമീകരിച്ചു, നിനക്കുണ്ട്. ഞാൻ ചോദിച്ചാൽ അവൻ എന്താ തെറ്റിയത്? അതൊക്കെ പിന്നെ പറയാം, പക്ഷേ ഇവനിട്ട് അടി കൊടുക്കും, ഉറപ്പാണ്. അടി ഉറപ്പ്. നീ ചെവിയെന്ന് വിളിക്കുക. എന്നിട്ട് ഇവനിരിക്കുക. അപ്പോൾ എൻ്റെ പപ്പ ഇങ്ങനെ ഇരിക്കുകയല്ലേ, പപ്പ മിലിറ്ററിക്കാരനാ. ഞാൻ നോക്കിയപ്പോൾ പപ്പ ഇതൊക്കെ എഴുന്നേക്കുന്നത് എന്തിനാണെന്നറിയാം? ക്യാൻവാസ് കസേരയുടെ കമ്പൂരാൻ. നിങ്ങൾക്കറിയത്തില്ല, ക്യാൻവാസ് കസേര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വയസ്സാങ്കാലത്ത് കിടക്കുന്ന തുണിയാ. അവിടുത്തെ ഒരു കമ്പുണ്ട്. എൻ്റെ മക്കളെ അതുകൊണ്ടൊക്കെ കിട്ടിയ
പിന്നെ നീ ചുമ്മാ ഇരടാ, ഞാൻ തീർക്കാവുന്ന. കാരണം ഇവരുടെ അജണ്ട വേറെയാ. ഞാൻ പറഞ്ഞു മിണ്ടരുത്, ഓടി ഇരുന്നോണോ, കാലത്ത് എനിക്ക് പണി തരല്ലേ. പിന്നെ ഞാനിതിൻ്റെ പുറകെ പോകണ്ടേ, ഞാൻ തീർത്തോളാം. ഞാനിവനോട് സംസാരിച്ച് ബാർഗൻ ചെയ്ത് ഞാനിവൻ്റെ അങ്ങ് കാലെ വീണിട്ട് ഇവൻ വീഴുന്നില്ല. ഉണ്ട്, നിനക്കിട്ടുണ്ട് എത്ര നേരമായി. സാറേ, എൻ്റെ നെല്ലിപ്പലൊക്കെ പോയപ്പം ഇവനിങ്ങനെ കസേരയിരിക്കുക, ഞാൻ ചെന്ന് ഇവൻ്റെ കാല് നെടുമ്പാട് വീണ് കിടന്നു, കെട്ടിപ്പിടിച്ചു കാല്. ഞാൻ പറഞ്ഞു, നീ എൻ്റെ തലയെ തൊട്ട് ഈ പ്രശ്നം വിട്ടു എന്ന് സത്യം ചെയ്യാതെ ഞാൻ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. ഇവൻ എന്നെ 20 മിനിറ്റ് കിടത്തി. ഇവൻ പറയത്തില്ല, ഞാൻ എഴുന്നേക്കത്തുമില്ല. 1/2 മണിക്കൂർ അടുക്കാറായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടി. അമ്മ പറഞ്ഞിടാ, ഞാൻ ചത്തുപോകും, എനിക്ക് താങ്ങാനൊക്കത്തില്ല, നീ വിടുന്ന ഇടം തീർക്കുക, അങ്ങ് പറയടാന്ന് അമ്മയും ബ്ലസ്സിയും കൂടെ കരഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, വിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ കല്യാണം കഴിച്ചായിരുന്നു, അത്രയും പ്രായമുള്ള ചെറുക്കാൻ കൊണ്ടേനെ. പക്ഷെ താമസിച്ച് കെട്ടിയുണ്ട്, അത്രയേ ഉള്ളവൻ. അവൻ്റെ കാലല്ലേ കിടക്കുക. എഴുന്നേക്ക് എൻ്റെ കൂട്ടത്തിലുള്ള ചെറിയാന്ന് പറഞ്ഞൊരു പാസ്റ്റർ വന്നു. അവനെ ഞാൻ കൊച്ചിലെ കൊണ്ടുവന്ന, ഇപ്പം മിടുക്കനായി. അവൻ കയറി വന്നപ്പോൾ ഞാനും എൻ്റെ കാലേ കിടക്കുക. അവൻ ആ കഥ അടച്ചിട്ട്, നീ എൻ്റെ അച്ചാച്ചനെ കാലേ ചവിട്ടിയോടാ, അടിക്കടാ, എന്നെ അടിക്കടാ. അവൻ പറഞ്ഞു, നിനക്കിട്ടുണ്ട്. ആർക്കട്ടാ? ഞാൻ വീണ്ടും കിടത്തടാ. ആരെ അടിക്കാതിരിക്കാൻ? അവനെ അടിക്കാതിരിക്കാൻ. നല്ല രസമാണ്. ഇതെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ അപ്പ സീരിയസ് ആയിട്ട് എൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, സത്യം പറയടി, ഇവൻ എൻ്റെയാണോ? അതെങ്ങനെ സഹിക്കും? കാരണം അവരിന്ന് വരെ അങ്ങനെ ആടെയും കാക്ക കിടന്നിട്ടില്ല. അടുത്ത ദിവസം എനിക്ക് വിസ കിട്ടി. അന്ന് തുടങ്ങി വിദേശയാത്രയാണ്. ഒരു കാര്യം ഞാൻ പറയാം, നുറുക്കി അങ്ങ് തകർക്കും, തമ്പുരാൻ പിച്ച് ചീന്തും. എന്തിനെന്നറിയാം? എന്നാലേ വർദ്ധിക്കത്തുള്ളൂ. വാഴ്വ് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അനുഗ്രഹിക്കപ്പെടുന്നതിന് മുമ്പിൽ ദൈവം അനുവദിക്കുന്ന ഒരു നുറുക്കൽ പ്രക്രിയയുണ്ട്. എ പ്രോസസ് വിച്ച് ബ്രേക്സ് അസ്. ബ്രേക്കിങ്, ദൈവം ഒരാളെ ബ്രേക്ക് ചെയ്യുന്നത് തകർക്കാനല്ല, മൾട്ടിപ്ലൈ ചെയ്യാനാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. എല്ലാവരെയും ദൈവം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നത് എല്ലാം നുറുക്കും. നുറുക്കപ്പെടാത്ത ആരും ഉപയോഗിക്കപ്പെടത്തില്ല. ഉപയോഗിക്കപ്പെടണോ? നുറുക്കപ്പെടണം. അത് പല രീതിയിലായിരിക്കാം. ചിലപ്പം മക്കളായിരിക്കാം, ചിലപ്പം ദാമ്പത്യമായിരിക്കാം, ചിലപ്പം കുടുംബമായിരിക്കാം. പക്ഷെ എല്ലാം നുറുക്കൽ പ്രക്രിയയും വർധനവിന. അവിടെ കർത്താവ് അവരെ അനുഗ്രഹിച്ച് എന്ത് ചെയ്തു? കൊടുത്തു. അല്ലേ? 9-ാം അധ്യായം. വീണ്ടും കർത്താവ് പ്രാർത്ഥിച്ച് 28-ാമത്തെ വാക്യം, അതേ സെയിം അധ്യായത്തിന്റെ 28. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. വീണ്ടും ക്രിസ്തു മലയിൽ പോകുന്നുണ്ട്. അവിടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ മുഖഭാവം മാറി, വസ്ത്രം ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. ഇതെല്ലാം സംഭവിക്കുന്ന മറുരൂപമലയാണ്. അപ്പം പ്രാർത്ഥനയിൽ രൂപാന്തരീകരണം ഉണ്ടാവും, ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവും. പ്രാർത്ഥിക്കാനായിട്ട് ക്രിസ്തു എവിടെ പോയി? മലയുടെ മുകളിലേക്ക് പോയി. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകും. 11-ാം അധ്യായത്തിൽ ക്രിസ്തു പ്രാർത്ഥിച്ചു എന്ന് കാണുകയാണ്. കർത്താവ് ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരൊരുത്തം വന്ന്, കർത്താവെ ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ. അപ്പോൾ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്തു? പഠിപ്പിച്ചു. ക്രിസ്തു തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചത് ഒറ്റ കാര്യമാണ്. എന്താ? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. യേശു ക്രിസ്തു പഠിപ്പിച്ച ഒറ്റ കാര്യം പ്രാർത്ഥിക്കാനാണ്. പാട്ട് പഠിപ്പിച്ചോ? ഇല്ല. വർഷിപ്പ് പഠിപ്പിച്ചോ? ഇല്ല. ഓർഗം പഠിപ്പിച്ചോ? ഇല്ല. പക്ഷെ എന്താ പഠിപ്പിച്ചു? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതിന് കാരണമുണ്ട്. കർത്താവിനറിയാം, പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയെല്ലാം അങ്ങ് നടന്നോളൂ. ഏറ്റവും അടിയന്തരമായ ആവശ്യം എന്ത് ചെയ്യുക? പ്രാർത്ഥനയാണ്. പഠിപ്പിച്ചു. എന്നിട്ട് എന്താ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അന്നത്തെ ആ ഒരു റിലീജിയസ് കോണ്ടസ്റ്റ് മനസ്സിലാക്കണം. അവിടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ഒക്കില്ല. പിതാവേ എന്നല്ല, ദൈവമേ എന്നുള്ള പേര് പോലും അവർ ഉദ്ധരിക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രോഡിഗൽ സന്റെ സംഭവത്തെ അവൻ പറയുന്നുണ്ട്, അപ്പം ഞാൻ നിന്നോടും സ്വർഗത്തോട്. എന്തുകൊണ്ടാണ് സ്വർഗം എന്ന് പറയുക? സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡാണ്. ദൈവം എന്ന് പറയുന്നതിന് പകരം അവർക്ക് പറയാൻ പേടിയായതുകൊണ്ടാണ് സ്വർഗമെന്ന് പറയുന്ന പദം ഉപയോഗിക്കുക. അപ്പം ഇവിടെ ആ ദൈവത്തെ എന്തെന്നാ വിളിക്കുക? പിതാവേ എന്ന് വിളിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തെന്ന് വിളിച്ചു?
പിതാവേ. എന്താ പിതാവേ എന്നുള്ള ആ സംബോധനയ്ക്ക് വലിയ അർത്ഥമുണ്ട്. ഞങ്ങളുടെ പിതാവേ. ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ ആരാകുന്നു? പിതാവാകുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നുണ്ട്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. പിതാവ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ അബ്ബായി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ആരായിട്ട് മാറുന്നു? പിതാവായിട്ട് മാറും. ഈ പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ ഈ അപ്പന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്. അവർ അധികം ഈ വലിയ സ്നേഹം പ്രകടിപ്പിക്കത്തില്ലെങ്കിലും ഉള്ളു നിറച്ച് എന്തായിരിക്കും? സ്നേഹ. നമുക്ക് പലപ്പോഴും ഈ സ്നേഹം അറിയാതെ പോകും. ഞാൻ വായിച്ച ഒരു കഥയ്ക്കകത്ത് ഭയങ്കര മനസ്സിനകത്ത് വിഷമം തോന്നിയ ഒരു കഥയുണ്ട്. ആ കഥ ഇതായിരുന്നു. ഒരു കൊച്ചൻ്റെ അപ്പം മരിച്ചുപോയി. അപ്പനൊക്കെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടും അവൻ അപ്പനോട് ആ വൈരാഗ്യം തീർന്നിട്ടില്ല. കാരണം അവൻ്റെ ഓർമ്മയിൽ ഒരപ്പനുണ്ട്. അവൻ കൊച്ചായിരിക്കുമ്പോൾ അവനെ ഇങ്ങനെ കട്ടിക്രാസിയെ കെട്ടിയിടും. ജനലെ കെട്ടിയിട്ടിട്ട് അവനെ ഇങ്ങനെ അടിക്കും. കെട്ടിയിട്ടിട്ട് അടിക്കും കട്ടിക്രാസ് ഈ ജനലിലൊക്കെ. ആ ഓർമ്മ കൊണ്ട് അപ്പനോട് അവന് ഭയങ്കര പിണക്കായി. വർഷങ്ങൾ കഴിഞ്ഞ് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവനെ ചികിത്സിച്ച ഒരു വൈദ്യരെ അവൻ കാണുക. അപ്പം വൈദ്യർ ഇവനോട് പറയുന്നൊരു കാര്യമുണ്ട്. നിനക്ക് കൊച്ചിലെ ഈ പിള്ളവാദം വന്ന് നിൻ്റെ കാലെല്ലാം ഷ്രിങ്കായി. ഇപ്പം മെഡിസിൻ കൊടുത്തപ്പം പറയുമായിരുന്നു, മെഡിസിനെക്കാട്ടും വലുത് ഇവനെ കട്ടിലിങ്ങനെ ജനലിലിങ്ങനെ കിടന്ന് എന്ത് ചെയ്യണം? വലിയണം. എന്നാലേ ഇവൻ ശരിയാത്തും. കൊച്ചൻ വലിയുമോ? ഇല്ല. അതിനപ്പം ചെയ്യുന്നത് ജനലെ കെട്ടിയിട്ട് ഇവനെ അടിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ എന്ത് ചെയ്യും? വലിയും. പിന്നെ അവന് മനസ്സിലായത് അപ്പൻ്റെ അടി പോലും അവനെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ അപ്പനെ തെറ്റിദ്ധരിക്കും. എന്തിനാ ഇങ്ങനെയൊക്കെയെന്ന്? ഒരു കാര്യം ഓർത്തോണം, ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും ചേലൊടുത്താൻ സ്നേഹം, നന്മയെ തൻകരം നൽകുമൻ നീശനിൽ. എന്തു പാട്ടാ! ബാലശിക്ഷ നൽകുമൻ. എന്തിനാണ് ഈ അടിയൊക്കെ? അപ്പൻ്റെ സ്നേഹം കൊണ്ടാണ്. അപ്പൻ്റെ സ്നേഹമാണ് പലപ്പോഴും ചെറിയ ശിക്ഷകൾ നമുക്ക് തരിക. നമ്മളത് മനസ്സിലാക്കാൻ ഇച്ചിരി താമസിക്കും. രണ്ടാമത്തേത് അപ്പൻ്റെ പ്രത്യേകത മത്തായി സുവിശേഷത്തിൽ കാണുന്നു. നാം ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യം അറിയുന്ന എന്തൊരു കർത്താവ് പിതാവാ. നാം ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യം അറിയുന്ന ഒരു പിതാവെന്നാ പറയുക. പിതാവാണ് നമുക്കുണ്ട്. എനിക്ക് ആ കർത്താവിനെ നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. ചോദിക്കും മുമ്പ് അറിയാം. എളിയവനൊരു അനുഭവം ആ ഒരു കോണ്ടസ്റ്റിൽ പറയണമെന്നുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ തെക്കൂന്ന് വരിക. കുറേ നാളായി, കുറേ വർഷം മുമ്പാണ്. എന്നാലും എൻ്റെ മനസ്സിലിങ്ങനെ പച്ച പിടിച്ച് കിടക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു 4 മണിയൊക്കെ ആകാറായപ്പോൾ എന്നെ എൻ്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വീട്ടിലോട്ട് വരണമെന്നുണ്ട്, പക്ഷേ സമയമില്ല. അതുകൊണ്ട് ആരെങ്കിലും ടൗണിലോട്ടൊന്ന് വരണം, ഞാൻ അവിടെ വെച്ച് കാണാം. എൻ്റെ ഒരു സാധനമുണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് പ്രോൺസാന്ന് പറഞ്ഞു. അപ്പം ആരെങ്കിലും പെട്ടെന്നൊന്ന് വിടണം. അപ്പം ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ആരെങ്കിലും ഇന്നാര് വരുന്നുണ്ട്, ഇന്നടത്ത് ഇപ്പോൾ ഉണ്ട്, വിടണം, അവർ കുറച്ച് പ്രോൺസുമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോൺസുമായിട്ട് ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങേ തലക്കിലൊരു കരച്ചിൽ കേൾക്കാം. ഒരു സങ്കടവും കരച്ചിലും ഒക്കെ. പ്രോൺസും കരച്ചിലുമായിട്ട് എന്താ ബന്ധം? എന്നാൽ ഞാൻ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? എന്തൊക്കെ വിഷയം എന്താ? അപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, കുഞ്ഞു സ്കൂളിൽ നിന്ന് വന്ന് ബായി അങ്ങോട്ട് വെച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഒരു കൂട്ടുകാരത്തി കുറച്ച് പ്രോൺസ് ബിരിയാണി കൊണ്ടുവന്നു, ഞങ്ങൾക്കെല്ലാം ഷെയർ ചെയ്തു. എന്തോ ടേസ്റ്റായിരുന്നറിയാം. അതുകൊണ്ട് ഇച്ചിരി പ്രോൺസ് ബിരിയാണി വെച്ച് തരാം. എന്നിട്ട് അവൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കമൻ്റ് അടിച്ചു, നടക്കത്തില്ലെന്നറിയാം, പറഞ്ഞെന്നേ ഉള്ളേ. ഒരു കൊട്ടേഷനോട് അടിക്കും. ഇത് പറഞ്ഞു തീരുകയുമാണ് ഒരാൾ എന്നോട് പറയുന്നു പ്രോൺസുമായിട്ട് വരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെ നിന്നാണ് മേടിച്ചേ, എങ്ങനെയാണ്? അപ്പം പറഞ്ഞു, ഉച്ചയ്ക്ക് ആലപ്പുഴ വഴി വന്നപ്പം പ്രോൺസ് ഇരിക്കുന്ന കണ്ടപ്പം മേടിച്ച. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഉച്ചയ്ക്ക് ക്ലാസ്സിൽ 1 മണിക്ക് അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിന് കഴിച്ചപ്പോഴാണ് പ്രോൺസ് കഴിച്ചത്. അപ്പോൾ അവൾ ഓർത്തു, വീട്ടിൽ ചെന്നിട്ട് ആരോട് പറയണം? അമ്മയോട് പറയണം. ചിന്തിച്ചു, പറഞ്ഞോ? ഇല്ല.
പക്ഷെ 4 മണിക്ക് വന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് അതുവഴി പോയ ഒരാളോട് ആലപ്പുഴ വെച്ച് ഒരാൾ കർത്താവ് പറഞ്ഞു പ്രോൺസ് മേടിക്കാൻ. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, വലിയൊരാളുടെ മോളാണെങ്കിൽ പറഞ്ഞാൽ കൊണ്ടുത്തരും. പക്ഷെ പറയാതെ വീട്ടിൽ ചെന്ന് പറയുമെന്ന് ചിന്തിച്ചപ്പം, ചെറിയൊരു കാര്യമാണ്, പ്രോൺസ് വലിയ കാര്യമൊന്നുമല്ല, എന്നാൽ പോലും ചിന്തിച്ചപ്പം ആലപ്പുഴ വഴി പോയ ഒരാളെയും കൊണ്ട് പറഞ്ഞ് മേടിപ്പിച്ചൊരു കർത്താവിനെ കുറിച്ച് ഇങ്ങനൊരു പിതാവുണ്ട്. ചോദിക്കും മുമ്പ്, ചോദിച്ചോ? ഇല്ല, ചോദിക്കും മുമ്പ് നിങ്ങളുടെ ആവശ്യം എന്നറിയുന്ന ഒരു പിതാവ്. ആ പിതാവിനെ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അടുത്തത്, അങ്ങയുടെ നാമം എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കപ്പെടണം. ഒന്നാമത്തെ കാര്യം അതാണ്. പിതാവിന് ദോഷം വരുന്നതും പിതാവിൻ്റെ നാമത്തിന് കേടുവരുന്നതും ഒന്നും എന്ത് ചെയ്യരുത്. അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിൻ്റെ നാമം സ്വർഗത്തിൽ വിശുദ്ധമാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പക്ഷേ ആ നാമം ഭൂമിയിൽ അശുദ്ധമാകുന്നത്, വിശുദ്ധീകരിക്കുന്നത് ആരിലൂടെ? നമ്മളിലൂടെയാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചോണം കുഞ്ഞുങ്ങളെ, ഒരിക്കലും ദൈവനാമം നമ്മളിലൂടെ എന്ത് ചെയ്യരുത്? ദുഷിക്കരുത്. ഇവിടെ ആർക്കും എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാൻ സാറിന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ നാട്ടിലെ 2 പേര് തമ്മിൽ കാണുമ്പോൾ സംബോധന ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. സഖാക്കളെന്ന് വിളിക്കും, കമ്മ്യൂണിസ്റ്റുകാർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഖാവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? കോമ്രേഡ്, സ്നേഹിതൻ എന്നുള്ള അർത്ഥമാണ്. സഖാക്കൾ എന്ന് വിളിക്കും. 2 കുടിയന്മാർ തമ്മിൽ കണ്ടാ വിളിക്കുന്ന അറിയാം? അളിയാന്ന് വിളിക്കും. അവർക്ക് തമ്മിൽ ഭയങ്കര അടുപ്പാണ്. അപ്പോൾ അതിൽ ഒരു സുഹൃത്ത് എന്നെ ഒരിക്കൽ വിളിച്ച്, അളിയാൻ എവിടെയാൻ ചോദിച്ചു. വെള്ളം അടിക്കുന്നതല്ല, എൻ്റെ സ്നേഹമുള്ളൊരു അളിയനാണ്. ഞാൻ പറഞ്ഞ ഇച്ചിരി ദൂരെ, എന്നാ കാര്യം? ഇപ്പം വരണം ടൗണി, ബുദ്ധിമുട്ടാ, വന്നേ ഒക്കത്തുള്ളൂ, എനിക്കിപ്പം വരാൻ ഒക്കത്തില്ലെന്ന്. എൻ്റെ അളിയാൻ വരണം, കാര്യം പറയാം. എന്താ ഇപ്പം വരണം? ഞാൻ പറഞ്ഞു, നമ്മുടെ സഭയിൽ വരുന്ന ഇന്നാര് ബെവറേജ് കോർപ്പറേഷന് മുമ്പിൽ കുപ്പി മേടിപ്പാൻ നിപ്പുണ്ട് ക്യൂവിൽ. സഭ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആണോ? എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം വന്നേക്കാം, എന്നെ ഞാൻ കാണുമ്പോൾ പിന്നെ വരത്തില്ലല്ലോ, ഞാൻ ഇപ്പം വന്നേക്കാം. ഞാൻ അളിയൻ ഇവിടെ നിൽക്കുന്നത്, അവൻ്റെ പുറകിൽ നിപ്പുണ്ട്. അളിയനോട് നിപ്പുണ്ട്, അളിയൻ ക്യൂ നിപ്പുണ്ട്. പക്ഷേ അളിയൻ പറയുന്നൊരു കാര്യം സത്യമാണ്, എനിക്കിവിടെ നിൽക്കാം, പക്ഷേ ഈ അളിയൻ ഇവിടെ ചെയ്യരുത്, നിൽക്കരുത്. എന്നാ കാര്യം? അവസാനപ്പെട്ടു, സഭയിൽ പോയി. അപ്പം നമ്മൾ എന്താകണമെന്ന് നമ്മളെക്കാട്ടിലും കൂടുതൽ ആർക്കറിയാം? മറ്റുള്ളവർ പറയും, നിങ്ങളിങ്ങനെ ആകാവൂ. എന്നാലും നീ അങ്ങനെ അല്ലേടി, ഒരു വിശ്വാസി അല്ലേടാ എന്ന് അവർ ചോദിക്കും. ആര്? മറ്റുള്ളവർ. അതുകൊണ്ടാണ് എപ്പോഴും ഓർക്കപ്പെടണം, എന്നിലൂടെ ദൈവനാമം എന്ത് ചെയ്യപ്പെടരുത്? അശുദ്ധീകരിക്കപ്പെടരുത്. ഇപ്പോൾ കൗതുകരമായി പ്രാർത്ഥിച്ചോണേ. കാരണം ദൈവനാമം ഒത്തിരി ദുഷിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഈ പിതാവ് ഭയങ്കര സ്നേഹമാണ്. പിതാവിൻ്റെ ഈ പണ്ടൊരു നാട്ടിൽ പറയുമേ, പിള്ളേരുടെ മാനമാണ് ആരുടെ മാനം? അപ്പൻ്റെ മാനം. അപ്പൻ്റെ നാമം വിശുദ്ധമാണെങ്കിൽ ആരിലൂടെ ഒക്കുക? അപ്പൻ്റെ മക്കളിലൂടെ ഒക്കുക. നമ്മൾ അപ്പൻ്റെ മക്കളാണെങ്കിൽ, അപ്പൻ്റെ ഈ സ്വർഗസ്ഥനായ അബ്ബായിയുടെ മക്കളാണെന്ന് ഉറപ്പുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കുകയും, അബ്ബായിയുടെ നാമത്തിന് ഒരിക്കലും എന്ത് വരരുത്? ഒരു അപമാനം വരാതിരിക്കാൻ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അബ്ബായിയുടെ നാമത്തിന് ഒരിക്കലും എന്ത് വരരുത്? ഒരു അപമാനം വരരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കോസ് 18:1. എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ക്രിസ്തു പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് ക്രിസ്തു പറഞ്ഞു എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എല്ലാവരും പറഞ്ഞേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ. എനിക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ഓർമ്മയുണ്ട്. ഞങ്ങളുടെ സഭയിലെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു. ഞങ്ങളുടെ മോളിയച്ചിയുടെ ഒക്കെ ഒരു ബന്ധമാണ്. തുണ്ടിയിലെ മാത്തിച്ചാൻ എന്ന് പറയും. മദ്യപാനിയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അപ്പച്ചൻ ഇങ്ങനെ കുടിച്ചു പോകുന്നു. അന്ന് ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രാർത്ഥനാക്കാരത്തിയായിരുന്നു കുഞ്ഞോളമ്മച്ചി. ഇപ്പോഴും ഉണ്ട് അമ്മച്ചി. അമ്മച്ചിക്ക് നല്ല പ്രായമായി. പക്ഷേ അമ്മച്ചിയുടെ കല്യാണം കഴിഞ്ഞ് 30 വർഷത്തിലേറെ ഈ അപ്പച്ചൻ്റെ മദ്യപാനം നിർത്താൻ അമ്മച്ചി പ്രാർത്ഥിച്ചു. അത് യുവത്തിന് വിടത്തില്ല. 30-35 വർഷം. ഒടുവിൽ പ്രായത്തിൽ ഈ അപ്പച്ചൻ രക്ഷിക്കപ്പെട്ടു. നല്ലൊരു അപ്പച്ചനായിരുന്നു. കാലെല്ലാം നീരാണെങ്കിൽ.
35 വർഷം പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെടുത്ത അപ്പച്ചനുമായിട്ട് അമ്മച്ചിയുടെ ഒരു വരവുണ്ട് യോഗത്തിന്. വെള്ള ഷർട്ടൊക്കെ എടുത്ത് അമ്മച്ചി ചട്ടയും കൊണ്ടുപോകും. അപ്പച്ചൻ മുമ്പിൽ, അമ്മച്ചി പുറകെ. കാണാൻ ഒരു അഴകായിരുന്നു. എന്താ കാര്യം? 35 വർഷം പ്രാർത്ഥിച്ച് ഈ മദ്യപാനി എന്ത് ചെയ്തു? മാനസാന്തരപ്പെടുത്തി. പിന്നെ ജീവിച്ചതിൽ അന്തസ്സായിട്ട് നല്ല ക്രിസ്തു ഭക്തനായിട്ട് ജീവിച്ച് മരിച്ചു. ഒരു കാര്യം ഓർക്കണം, കർത്താവ് പറഞ്ഞു എങ്ങനെ പ്രാർത്ഥിക്കണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എല്ലാവരും പറഞ്ഞേ, പ്രാർത്ഥനയിൽ എന്ത് ചെയ്യരുത്? മടുത്തു പോകാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. 19:46 എൻ്റെ ആലയം പ്രാർത്ഥനാലയം. എല്ലാവരും പറഞ്ഞേ, എൻ്റെ ആലയം പ്രാർത്ഥനാലയം. ഉറക്കെ പറഞ്ഞേ, എൻ്റെ ആലയം. അതിനകത്ത് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. എന്നാ കാര്യം ചോദിച്ചാൽ, ഈ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്നു, ഒരു കട, ഒരു ഷോപ്പ് തുടങ്ങുന്നു. ആ ഷോപ്പ് എത്ര ദിവസം തുറക്കും? ഒരു കട തുടങ്ങി എത്ര ദിവസം തുറക്കും? 6 ദിവസം തുറക്കും. എത്ര മണിക്കൂർ തുറക്കും? 10 മണിക്കൂർ തുറക്കും. തുറക്കത്തില്ലേ? തുറക്കും. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ അവിടെ നടന്നു? 60 മണിക്കൂർ. 6, 10, 60 മണിക്കൂർ ആ കട തുറന്നിരുന്നു. ഇവിടെ ഇപ്പം പലർക്കും സ്വന്തമായിട്ട് ഓളില്ല. സ്വന്തമായിട്ട് ഓളുണ്ടാകട്ടെ. ചർച്ചകളൊക്കെ പോകുന്നതിൽ വേദനയുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം ഓർക്കണം. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? ഒരു ചർച്ച് മേടിക്കണമെങ്കിൽ എത്ര കോടി രൂപ വേണം? മിനിമം 5 കോടി, 6 കോടി ഒക്കെ വേണം. വേണ്ടേ? വേണം. നാട്ടിലാണേലും വേണം. നല്ലൊരു ചർച്ച് പണിയെങ്കിൽ 1.5 കോടി രൂപ വേണം. സ്ഥലവും വീടും പിന്നെ എന്താണ് സൗണ്ട് പ്രൂഫും AC-യും എല്ലാം വെച്ചൊക്കെ ഇപ്പം ചെയ്യാനൊക്കത്തുള്ളൂ. ശബ്ദം എല്ലാം വരുമ്പോഴത്തേന് 1.5-2 കോടി രൂപയാവും. സിസ്റ്റത്തിനൊക്കെ എന്തോ വിലയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് 2 കോടി രൂപയൊക്കെ മുടക്കിയ ഒരു ചർച്ചിൽ, അല്ലെ 5 കോടി രൂപ മുടക്കിയ ഒരു ചർച്ചിൽ എത്ര മണിക്കൂർ ബിസിനസ് നടക്കും? വെള്ളിയാഴ്ച 2.5 മണിക്കൂർ കഷ്ടിച്ച്. ഞായറാഴ്ച സൺഡേ സ്കൂൾ എല്ലാം കൂടെ കൂട്ടി 3.5. 2.5യും 3.5യും 6 മണിക്കൂർ ആണോ? പിന്നെ ഡിസംബർ മാസം അവസാനം ഒരു ഉപവാസ പ്രാർത്ഥന 3 ദിവസം. എല്ലാം കൂടെ കൂടിയ ഒരു വർഷം എത്ര മണിക്കൂർ ബിസിനസ് നടക്കും? ചുമ്മാ അല്ലേ ഈ ചർച്ചകളൊക്കെ അടയുന്നേ? ഒരു ബിസിനസ് തുടങ്ങിയാൽ ഇത്രയും തുറക്കണമെങ്കിൽ ആലയത്തിൽ ബിസിനസ് ഒന്നേ നടക്കാവൂ. എന്താ? പ്രാർത്ഥന. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞു എൻ്റെ ആലയം. പക്ഷെ ഇന്ന് ബാക്കിയെല്ലാം നടക്കും. എന്താ കുറയുന്നേ? പ്രാർത്ഥന. ബാക്കി എന്താ? പ്രസംഗമുണ്ട്, വർഷിപ്പുണ്ട്, എല്ലാം ഉണ്ട്. വർഷിപ്പായിരിക്കും കൂടുതൽ. പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങളുടെ ചർച്ചിലെ പല പിള്ളേരും ഒരു സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങിപ്പോവായിരുന്നു കാപ്പിയൊക്കെ കുടിച്ച് ഫ്രഷ് ആകാൻ. അപ്പോൾ എടാ കയറണ്ടാന്ന് ചോദിച്ചാൽ പറയും അന്നൊരു അപ്പച്ചനുണ്ട്, അപ്പച്ചൻ ഡൽഹി ചെന്നതേ ഉള്ളെന്ന്. അപ്പച്ചൻ ഇങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു, വരാൻ കുറേ കൂടെ സമയം എടുക്കുമെന്ന്. പ്രാർത്ഥന കുഴപ്പമാണ്. പക്ഷേ ഒരു കാര്യം, അപ്പച്ചൻ്റെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. അപ്പച്ചൻ്റെ പ്രാർത്ഥന അനുഗ്രഹമായിരുന്നു. ആലയത്തിൽ എന്ത് നടക്കണം? പ്രാർത്ഥന നടക്കണം. ആലയത്തിൽ പ്രാർത്ഥന നടന്നാൽ ഒറ്റ ആലയവും നഷ്ടപ്പെടത്തില്ല. ദൈവം നമുക്ക് തന്ന ആലയങ്ങളിൽ എന്ത് നടക്കണം? പ്രാർത്ഥനാലയം. ക്രിസ്തു പറഞ്ഞു എൻ്റെ ആലയം ഒറ്റ കാര്യത്തെ അറിയപ്പെട്ടാൽ മതി. എന്താ? പ്രാർത്ഥനാലയം. ആമേൻ പറഞ്ഞേ. പ്രാർത്ഥനാലയം 21-ാം അധ്യായം വളരെ ഗൗരവമായി കാണണം, മറക്കരുത്. 21-ാം അധ്യായം. അവിടെ വലിയ ഇന്നിൻ്റെ ചിത്രങ്ങളാണ് കാണുക. ഭയങ്കരമായ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എന്തു ചെയ്യും? എതിർക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എന്തു ചെയ്യും? എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും മഹാമാരിയും അവിടെ ഉണ്ടാകും. ഇതെല്ലാം കാണുമ്പം വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. എന്ത് ഭവിക്കുന്നു എന്നോർത്ത് പരിഭ്രമം ഉണ്ടാകും. ഇതെല്ലാം കാണുമ്പോൾ എന്തു ചെയ്യണം? 34 കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ഹൃദയം, അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്ത. 3 കാര്യങ്ങളാണ് മനുഷ്യൻ ട്രാപ്ഡ് ആകുക. എന്തൊക്കെ? മദ്യപാനം. മദ്യപാനം എന്ന് പറയുമ്പോൾ അഡിക്ഷനാണ്. ഒരു സമയത്ത് മദ്യപാനം, ഇന്ന് എല്ലാവർക്കും അറിയാം, ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് യുദ്ധവും അണ്വായുധവും ഒന്നും അല്ല. അതിലും വലിയൊരു ദുരന്തത്തിലൂടെയാണ് ലോകം പോവുക. ലഹരിയാണ്. മുഴുവൻ പിള്ളേരെ നശിപ്പിക്കാൻ കെൽപ്പുള്ള. പണ്ട് ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അറിയാം. ഞാൻ ഇതിനിടയ്ക്ക് എല്ലാം കൂടെ പഠിക്കാനും ശ്രമിക്കാനും സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് പറയുകയാണ്.
കഞ്ചാവൊക്കെ എടുത്താൽ ഇത്രയ്ക്കിത്ര അത് അപകടമാണ്. എന്നാൽ ഇന്ന് എടുക്കുന്ന എല്ലാം സിന്തറ്റിക് സാധനങ്ങളാണ്, ചൈന പ്രൊഡക്റ്റാണ്. ഫസ്റ്റ് ടൈം ഇൻടേക്കിന് തന്നെ ബ്രെയിൻ ഡാമേജ് ആകും. 5 വർഷം അടിച്ചാൽ അവൻ ഒന്നിച്ചാകും, അല്ലെ കൊല്ലും, അല്ലെ ആത്മഹത്യ. ഇതാണ് സംഭവിക്കുക. മദ്യപാനം, അഡിക്ഷൻസ്, അതെല്ലാം പോട്ട്. ഫോൺ അഡിക്ഷൻ, ഇതൊന്നും ഇല്ലാത്തവന് വേറെ ഗെയിം അഡിക്ഷൻ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് പോവുക. പിന്നെ ആ അഡിക്ഷൻ, മദ്യപാനം. മറ്റൊരു കൂട്ടർ എന്താണ്? അതിഭക്ഷണം. എന്താണ് അതിഭക്ഷണം? ഇനി ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് പറയുക, ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാൽ മുഴുവൻ മന്തിയാണ്. ഒരിടത്ത് കുഴിമന്തി, ഒരിടത്ത് അൽഫാം, എന്തോ സംഭവം ലോകത്തുള്ളത് മുഴുവനുണ്ട്. KFC, മറ്റേ ചിക്കൻ, മറിച്ച് ചിക്കൻ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വയറ് പോകുമ്പം കയറാൻ ആര്യാസ്. വയറ് ഡാമേജ് ആകുമ്പം കുറച്ച് ദിവസത്തേക്കിന് എന്താണ്? ആര്യാസ്, മസാല ദോശ. അപ്പം ഇതെല്ലാം പണ്ട് വല്ലപ്പോഴും പോകുന്നവർ ഇപ്പം എന്നും എവിടെ പോവാ? പോവാ എവിടെ? കഴിക്കാൻ. എല്ലാം കഴിക്കാൻ പോയിട്ട് എല്ലാവരും എന്തിനായി പോകുന്നറിയാമോ? എന്തോ എടുത്ത് ഇടുക. കഴിച്ചിട്ട് എന്തോ ഇടും? ഫോട്ടോ ഇടും. കഴിച്ചിട്ട് ഫോട്ടോ ഇടല്ലേ. ഇന്നും പട്ടിണി പാടുന്ന ഉള്ളവരുണ്ട്. അവർക്കിത് കാണുമ്പോൾ സങ്കടം വരും. നിരത്തി വെച്ച ഫുഡ് അതിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് എന്തോ ഇടരുത്. മര്യാദയ്ക്ക് കഴിച്ചിട്ട് വീട്ടിൽ പോക്കോണം. എന്തിനാ ഈ കഴിച്ചതിൻ്റെ ഫോട്ടോ ഇടുക? ഇല്ലാത്തവർ ഇന്നുമുണ്ട്. അവർക്കിത് കാണുമ്പോൾ സങ്കടം. മക്കളെ, വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കരുത്. സത്യത്തിൽ എന്തിനാ ഈ കഴിച്ച ഫോട്ടോ എങ്ങനെ പോറ്റും? അപ്പോൾ അതുകൊണ്ട് അതിഭക്ഷണം ഒരു സൈഡിൽ എന്താ? അതിഭക്ഷണം. 2 എന്താ? മദ്യപാനം. 3-ാമത്തെ എന്താ? ഉപജീവന ചിന്ത. എല്ലാവർക്കും ഉപജീവന ചിന്തയ്ക്ക് ഹാർഡ് വർക്കാണ്. ഇതിനിടയ്ക്ക് വരാൻ പോകുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ വരവ്. ഇതെല്ലാം വരും. അതുകൊണ്ട് ഒരു കാര്യം പറയുക, ഈ മേളിൽ പറഞ്ഞ വലിയ ലിസ്റ്റും കർത്താവിൻ്റെ വരവും ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഈ സംഭവിക്കാൻ പോകുന്ന മദ്യപാനം, അതിഭക്ഷണം, ഭൂകമ്പങ്ങൾ, ക്ഷാമം, ഇതെല്ലാം നമ്മെ ബാധിക്കാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താണെന്നറിയാമോ? സദാകാലത്ത് എങ്ങനെ പ്രാർത്ഥിക്കണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും പറഞ്ഞേ, എങ്ങനെ പ്രാർത്ഥിക്കണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. കര ഉയർത്തി പറഞ്ഞേ, ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉണർന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ഈ സംഭവിക്കാനുള്ള പലതും എന്തു ചെയ്യും? ഒഴിഞ്ഞു പോകും. പറഞ്ഞേ, ഒഴിഞ്ഞു പോകും. എന്നോട് ഗൗരവമായിട്ട് കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പറയാനും പഠിപ്പിക്കാനും ദൈവം ഒരു നിയോഗം തന്നതുകൊണ്ടുകൂടാണ് പറയുക. ഒഴിഞ്ഞു പോകും. ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, ഒരു കടയുണ്ട്. അത് ഞാനും എന്നെ ഇവിടെ കൊണ്ടാക്കിയ കവൻട്രിയിലുള്ള സഹിച്ചാനും എല്ലാം കൂടെ, ഞാനും സഹിച്ചാനും എൻ്റെ ഫാദറും മദറും കൂടെ ഒരു കല്യാണത്തിന് ദൂരോട്ട് പോകുന്ന വഴിക്ക്, പ്രിയരെ, പോകുന്ന വഴിക്ക് നടന്നൊരു സംഭവം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫാദർ വണ്ടിക്കകത്തിരുന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് കരയുക. എന്താ കാര്യം ചോദിക്കുമ്പം ഞങ്ങളുടെ സഭയിലെ ഈ കടയുള്ള മോൻ്റെ പേര് പറഞ്ഞു അവനെ ഓർത്ത് കരയുക. അവനെന്തോ അപകടം വരുന്നു. പ്രാർത്ഥിച്ചു, കരഞ്ഞു, തിരിച്ചു വന്നു. രാത്രിയായി. അന്നേരം തന്നെ ഈ മകൻ്റെ കടയിൽ പോയി. കടയിൽ ചെന്നപ്പം ഞാൻ പറഞ്ഞെടാ, ഇന്ന് പോകുന്ന വഴിക്ക് മുഴുവൻ പപ്പ നിനക്ക് വേണ്ടി കരയുമായിരുന്നു. അവൻ ചോദിച്ചു എപ്പോഴാണ്? ഞാൻ പറഞ്ഞു രാവിലെ 8:30 എടാ, ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ പ്രായമാണ്. ഞാൻ രാവിലെ വന്ന് കട തുറന്നു. അപ്പോൾ ഒരാൾ ഒരു സവാള ചോദിക്കും. 1 കിലോ സവാള തരാൻ പറഞ്ഞു. അവനൊരു പാക്കറ്റ് എടുത്ത് സവാള കാരി ഇടാൻ വേണ്ടി സവാള ചാക്കിനകത്തോട്ട് കൈ ഇടുകയും ആ സവാള ചാക്കിനകത്ത് തറ കൂടി ഇരുന്ന ഒരു 8 അടി മൂർഖനും പാമ്പ് ഒറ്റ ചീറ്റ്. ഇവന് പുറമോട്ട് മാറി ഈ പാമ്പ് താഴോട്ട് വീണു, എഴഞ്ഞു. അവിടെ ഒരു ഭിത്തിയിലൊരു ഒരു പോർത്തും ഉണ്ടായിരുന്നു. കരിങ്കല്ല് കൊണ്ട് കെട്ടിയ ഭിത്തിയാണ്. അതിനിടയ്ക്കോട്ട് കയറി. പുറകെ വന്ന ഒരു തമിഴ് സഹോദരൻ ഈ പാമ്പിൻ്റെ വാലെ കയറി പിടിച്ചു. ചിലർക്ക് ഈ പാമ്പുമായിട്ട് ഭയങ്കര പിടിക്കുന്നവരുണ്ട്. വാലെ പിടിച്ചു. അത് പോരുന്നില്ല. അയാളെന്തെന്നറിയാം, മുണ്ടഴിച്ച് അവത്തെ കൂട്ടിയിട്ട് പിടിച്ചു. പകുതി കൊണ്ട് പീഡിച്ച് പേറിച്ച് വലിച്ച് മുറിച്ച് എടുത്തു. അയാൾ പോലും നോക്കി എടുത്തു. ആളങ്ങ് കൂടി തടിച്ചുകൂടി ഈ വലിക്കുന്ന കാഴ്ച കാണാൻ. 10-15 മിനിറ്റ് വലിച്ചാൽ ഇത് എടുത്തേ. ഇതങ്ങ് സ്റ്റക്കായി. അത് വിടത്തുമില്ല, ഇയാൾ വിടത്തുമില്ല. വലിച്ചൂരി എടുത്തു. അതെല്ലാം കഴിഞ്ഞ് ദൈവം കാത്തില്ലേ? കഴിഞ്ഞു. ഞായറാഴ്ച ആദ്യമായിട്ട് സന്തോഷം എന്ന് പറഞ്ഞൊരു ദൈവദാസ ഇപ്പം വയ്യായിരിക്കുക എന്ന് ഞാൻ കേട്ടു. ബോംബെയിലാണ്. അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിൽ വന്നു. യോഗം നടക്കുന്നിടയ്ക്ക് ഈ മോനെ നോക്കിയിട്ട് പറയുക, സഹോദര, ബിസിനസ്സുകാരാ, ദൈവാത്മാവ് പറയുന്നു, നിന്റെ കടയ്ക്കകത്തൊരു ഭീകര ഇഴജന്തു കയറി നിന്റെ ജീവനപകടത്തിലായ നിമിഷത്തിൽ അതവിടെ ഇരിക്കുന്നത് അറിഞ്ഞത് എൻ്റെ ദാസനെ ഉണർത്തി പ്രാർത്ഥിപ്പിച്ച് നിനക്കും അതിനും ഇടയ്ക്ക് ഒരു തീമതിൽ തീർത്ത ദൈവത്തെ നീ മറക്കരുത്. അപ്പം ഇതൊന്നും അറിയുന്നില്ല. അപ്പം പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ഒഴിഞ്ഞു പോകും. എല്ലാവരും പറഞ്ഞ്, പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മളായിരുന്നു പ്രാർത്ഥിക്കണം. ദൈവം നിയോഗം തരുമ്പം പ്രാർത്ഥിച്ചാൽ
രാജ്യങ്ങളിൽ നിന്ന് സംഭവിക്കേണ്ടത് ഒഴിഞ്ഞു പോകും. സഭയിൽ സംഭവിക്കേണ്ട ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോകും. കുടുംബങ്ങളിൽ സംഭവിക്കേണ്ട ദുരന്തങ്ങൾ ഒഴിഞ്ഞു പോകും. 1000 അനുഭവങ്ങൾ പറയാനുണ്ട്. ഒഴിഞ്ഞു പോകും. ഒഴിഞ്ഞു പോകാനും പോരാ, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് എന്ത് ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും പറഞ്ഞേ, എങ്ങനെ ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉണർന്ന് പ്രാർത്ഥിക്കണം. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ചെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒഴിഞ്ഞു പോകുമെന്ന് മക്കൾക്കെല്ലാം പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്തോണം? പ്രാർത്ഥിക്കണം. നമുക്ക് ചിലപ്പോൾ ഒരു പ്രാർത്ഥിക്കാൻ ഒരു ബേർഡനൊക്കെ തോന്നും. ആ സമയത്ത് ഒട്ടും അലക്ഷ്യപ്പെടാതെ പ്രാർത്ഥിക്കണം. എൻ്റെ പൊന്നു മക്കളെ, പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ഒഴിഞ്ഞു പോകും. 22-ാമത്തെ അധ്യായം അതിൻ്റെ 41, യേശുക്രിസ്തു കർത്താവിൻ്റെ പീഡാസഹനം, ആ ഒരു ക്രൂസിഫിക്കേഷൻ്റെ ടൈമായി, ഗതസമനയിലെത്തി, ഭയങ്കര ടോർമെൻറ്റേഷൻ, കർത്താവിൻ്റെ ഹൃദയം പെയിനായി, ഭയങ്കരമായിട്ട് മരണത്തിൻ്റെ ആ ഒരു വേദന. കർത്താവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. 41, താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. And he withdrew from them about a stone's throw and knelt down and prayed. അവൻ അവരെ വിട്ട് എന്തോരം ദൂരം പോയി? ഒരു കല്ലേറ് ദൂരം പോയി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്രിസ്തു അവരെ വിട്ട് എന്തോരം പോയി? എബൌട്ട് എ സ്റ്റോൺസ് ത്രോ. അതൊരു ഫ്രേസാണ്. നമുക്കറിയാം, 2 വണ്ടികൾക്ക് തമ്മിൽ എന്തോ വേണം? ആ ഒരു ഡിസ്റ്റൻസ് വേണം. അത് ഇത്ര ഡിസ്റ്റൻസ് വേണമെന്നുള്ളതൊരു ഫ്രേസാണ്. അതിനെ നാട്ടിലൊക്കെ വിളിക്കുന്നത് വണ്ടിപ്പാട് അകലമെന്നാണ്. 2 വണ്ടി തമ്മിലുള്ള അകലം. എന്തിനാ? മുമ്പിലത്തെ വണ്ടി ബ്രേക്ക് പിടിച്ചാൽ നമ്മുടെ വണ്ടി സേഫായിട്ട് എന്ത് ചെയ്യണം? ബ്രേക്ക് പിടിക്കാനുള്ളൊരു അകലം ഇട്ട് വേണം വണ്ടി ഓടിക്കാൻ. അങ്ങനെയാണ് നിയമം. ആണോ? പലപ്പോഴും അത് പാലിക്കുന്നുണ്ടെന്നുള്ള വേറെ കാര്യം. പക്ഷെ അങ്ങനെയാണ് എന്ത് നിയമം? വണ്ടിപ്പാട് അകലം. ഇതുപോലെ 2 വാഴ കുഴിച്ച് വെക്കുമ്പം വാഴയ്ക്ക് കൃത്യമായ അകലവിട്ടാണ് വെക്കുക. അത് കൃഷിക്കാർക്ക് അറിയാം. അവർ നൂല് പിടിച്ചതുപോലെ ഇത് അകലത്തിൽ വെക്കും. ഇതുപോലൊരു ഫ്രേസാണ് കല്ലേറ് ദൂരം എന്ന് പറഞ്ഞാൽ, ഒരു കല്ലെറിഞ്ഞാൽ ചെല്ലുന്ന ദൂരം. പറഞ്ഞേ, ഒരു കല്ലെറിഞ്ഞാൽ ചെല്ലുന്ന ദൂരം. പക്ഷെ വണ്ടിക്ക് കൃത്യ അകല, വാഴയ്ക്ക് കൃത്യ അകല. പക്ഷെ ഞാൻ ചിന്തിച്ചപ്പം കല്ലേറിന് കൃത്യ അകല അല്ല, ഓരോരുത്തരുടെ ഓരോ ദൂര. കൊച്ചൊരു കുഞ്ഞ് കല്ലെറിഞ്ഞാൽ ഒത്തിരി പോകുമോ? ഇല്ല. ഒരപ്പച്ചൻ കല്ലെറിഞ്ഞാലോ? ഇച്ചിരിയുടെ നല്ല ചെറുപ്പക്കാരൻ, നല്ല മസിലുള്ള ഷോർട്ട് പുട്ട് താരം എറിഞ്ഞാലോ നല്ല ദൂരം പോകും. അപ്പം കല്ലേറ് ദൂരം ആരുടെ ദൂരാ? ഓരോരുത്തരുടെയും ദൂരമാണ് കല്ലേറ് ദൂരം. ഓരോരുത്തരുടെയും ദൂരം. ശ്രദ്ധിക്കണേ, അവനവൻ്റെ ദൂരമാ കല്ലേറ് ദൂരം. ക്രിസ്തു പറയുന്നു, അവൻ പീഡാസഹനം, ആ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് യേശു അവൻ കല്ലേറ് ദൂരം. അർത്ഥം, നിന്റെ ദൂരത്തിൽ ആരുണ്ട്? ക്രിസ്തുവുണ്ട്. എല്ലാവരുടെയും ദൂരത്തിൽ ആരുണ്ട്? ക്രിസ്തുവുണ്ട്. ഇന്ന് ഈ മനുഷ്യരൊക്കെ അറിയേണ്ടത് അവനവൻ്റെ ദൂരത്തിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരുടെയും ദൂരത്താരുണ്ട്? യേശുവുണ്ട്. 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 നമുക്കറിയാം, ഇന്ന് ഒരു ഫാസ്റ്റ് ഗോയിങ് വേൾഡാണ്. എല്ലാവരും ഓട്ടത്തിലാണ്. രാവിലെ എഴുന്നേറ്റ എല്ലാവരും എന്താ? ഓട്ടത്തില്ല. ഇത്ര സമയത്ത് ഡ്യൂട്ടിക്ക് എത്തണം, ഓട്ടമാ. ഇത്ര സമയത്ത് പിള്ളേരെ വിടണം, ഓട്ടത്തില്ല. ഓട്ടത്തോട് ഓട്ടം. മനുഷ്യർ മുഴുവൻ ഓട്ടത്തില്ല, ലോകമെമ്പാടും. പക്ഷേ ഈ ഓട്ടത്തിൽ ഓടിയില്ലെങ്കിൽ എന്ന് കൃത്യത്തിലുള്ള ചിന്തയുണ്ട്. ഓടാനൊക്കാതെ പോകുന്നവരെന്ത് ചെയ്യും? പിള്ളേരെല്ലാവരും മിടുക്കരാ. ഞാൻ ഇതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പിള്ളേർ ഇന്ന് മിടുക്കരാ. പണ്ടത്തെ പോലെയല്ല. പണ്ടൊരു ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്കൂളിൽ SLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് 3 പേരെ. 3 ഫസ്റ്റ് ക്ലാസ്, 4 സെക്കൻഡ് ക്ലാസ്, ബാക്കിയെല്ലാം തേർഡ് ക്ലാസ് പാസ്. പിന്നെ കുറേ പേര് തോറ്റു. ഇന്ന് ഒറ്റ ഒരുത്തം തോക്കുന്നില്ല, എല്ലാം ജയിക്കുക. എനിക്കറിയാൻ വയ്യാത്ത കാര്യം, മൊത്തം A+. പക്ഷേ ഈ മുമ്പേ പറഞ്ഞ കണക്കൊന്നും ആരും പറയത്തില്ലെന്നേ ഉള്ളൂ. എന്നാലും എല്ലാത്തിനും എന്തോ കിട്ടുന്നുണ്ട്? A+. എല്ലാം ഓട്ടോ. എല്ലാവരും പഠിപ്പിക്കുക. ഈ പഠിക്കുന്ന ദൂരത്തിൽ പുറകിലായി പോകുന്ന പിള്ളേരുണ്ട്. ഉഴപ്പിയിട്ടല്ല, പഠിക്കാൻ ബുദ്ധി കുറവായി പോയ മക്കളുണ്ട്. അവർ ചിലപ്പം വേറെ ചിലതിന് മിടുക്കരായിരിക്കാം. ഡിഫറൻ്റ്ലി ഡിസേബിൾഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ചില പുറകിലോട്ടൊക്കെ വരും. ഈ പുറകിലായി പോയവരെന്തോ ചെയ്യും? ഞാനൊരു വീട്ടിലൊരു സന്ധ്യയ്ക്ക് ഇരിക്കുക, പ്രാർത്ഥിക്കുക. ശ്രദ്ധിക്കണേ, കുഞ്ഞു പ്രാർത്ഥിക്കുന്നു, കുടുംബ പ്രാർത്ഥനയാണ്. പക്ഷെ അവൻ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു. കൊച്ചുകുഞ്ഞ, യേശുപ്പച്ച, എൻ്റെ അപ്പച്ച, ഞാൻ ഇന്ന് സ്കൂളിൽ പോയി, ആ ടീച്ചർ ഏതാണ്ടെല്ലാം പഠിപ്പിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല.
പക്ഷെ അവർക്ക് എനിക്ക് മനസ്സിലായില്ലെന്ന് ആ തള്ളയ്ക്കും മനസ്സിലായോ. അവൻ പ്രാർത്ഥിക്കുക, യേശുപ്പച്ചാ അവരെന്നെ അടിച്ചു, എനിക്ക് നൊന്തു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒന്നീ ബുദ്ധി തരണം അല്ലെ ടീച്ചറെ മാറ്റണം. അവൻ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുക. മുട്ട എന്ന കുഞ്ഞ് പ്രാർത്ഥിക്കുക. എനിക്ക് കളിയല്ല തോന്നിയത്, കാര്യമാണ് തോന്നിയത്. കാരണം ക്രിസ്തു ഒരിക്കല് ഈ ട്രയംബൽ എൻട്രി ഉള്ളത് ജെറൂസലേം വരുന്നുണ്ട്. എന്തിൻ്റെ പുറത്താ? ഡോങ്കി, കഴുതയുടെ പുറത്താ. എനിക്ക് ഭയങ്കര നാണക്കേട് തോന്നി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കഴുതപ്പുറത്ത് എന്തിനാ വന്നേ? കുതിരപ്പുറത്ത് വരണ്ടേ? അപ്പം ക്രിസ്തു എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. കുതിരപ്പുറത്ത് വന്നാ A+B the whole squared is equal to A squared plus 2AB plus B squared എന്ന് പറയുന്നതിന് മുമ്പ് എഴുതുന്ന കുഞ്ഞ് കുതിരപ്പുറത്ത് വന്നാൽ ഓടിയെത്തും. കുതിരപ്പുറത്ത് വന്നാൽ നമ്മൾ എങ്ങനെ ഓടും? കുതിരപ്പുറത്ത് വന്നാൽ കുതിര നടന്നാൽ ഒപ്പം എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓടണം. അപ്പം കുതിര ഓടിയാലോ? കുതിര ഓടിയാൽ നമ്മൾ എങ്ങനെ എത്തും? അപ്പം എത്ര സ്ലോ ആയി പോയവനോടും ഒപ്പം നടക്കാൻ പെതുക്കെ വന്നൊരു ക്രിസ്തുവുണ്ട്. അവൻ തള്ളയാടുകളെ പെതുക്കെ നടത്തി കുഞ്ഞാടുകളിലെ തോളിലെടുക്കും. ഈ സ്ലോ ആയി പോകും നമ്മുടെ ലോകത്തും കർത്താവുണ്ട്. അപ്രീഷിയേറ്റ് ചെയ്യുന്നതും സമ്മാനം കൊടുക്കുന്നതും എല്ലാം മിടുക്കർക്കാ. മിടുക്കില്ലാതെ പോകുന്ന മക്കളുടെ പേരൻസ് എന്ത് ചെയ്യും? ഡാനി എന്ന് പറഞ്ഞ ഒരു മോൻ്റെ സംഭവം ഞാൻ പറയും. പൗരുഷനി പറയിപ്പിച്ചു. കർത്തദാസൻ്റെ മോനാ ഡാനി. +2 പഠിത്തം നിർത്തി. കാരണം അവനൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലായില്ല. അവൻ പഠിത്തം നിർത്തി. അവസാനം ഒരു ഫോട്ടോ കടയിൽ ജോലിക്ക് പോയി. അവൻ്റെ അമ്മ ഒരു കാര്യം ചെയ്തു, പുസ്തകം മുഴുവൻ അടുക്കി വെച്ചു. ആ കർത്തദാസി മുട്ടുകൊത്തി. അവരുടെ കണ്ണീരവസ്ഥ വീണു. പലവട്ടം എൻ്റെ മോന് ബുദ്ധി കൊണ്ടേ പഠിക്കത്തില്ലേ. പക്ഷെ ഡാനി ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, ഞാൻ പഠിക്കാൻ പോയി. കഷ്ടിച്ച് പാസ്സായി, ഡിഗ്രി പാസ്സായി, MA റാങ്കിൽ പാസ്സായി. ഇന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തു. ക്രിസ്തുവിനൊരു പ്രത്യേകതയുണ്ട് മക്കളെ, പെതുക്കെ പോകുന്നവൻ്റെ കൂടെ പോവും. ഈ സംബടി സ്ലോ അവരെ ഇങ്ങനെ തോളിലേറ്റും, എന്നിട്ട് അവരോടൊപ്പം നടക്കും. കുഞ്ഞാടുകളെ തോളിലേറ്റി അപ്പുറത്ത് കൊണ്ടുപോകും. അവൻ്റെ ദൂരത്ത് ആരുണ്ട്? യേശുണ്ട്. വിശന്നവൻ്റെ ദൂരത്ത് യേശുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? 30ാമത്തെ വയസ്സിലാണ് യേശുവിന് ഉപവാസം. ഞാൻ എൻ്റെ കൂടെ ഒത്തിരി പിള്ളേരുണ്ട്. ഞാൻ പലപ്പോഴും പറയും, യോഗത്തിനൊക്കെ പോയി അല്ലെങ്കിൽ സമാധാനം കൺവെൻഷൻ നോട്ടീസ് പോയിട്ടൊക്കെ വരുമ്പോൾ ഈ പിള്ളേർക്കൊന്നും പൈസയൊന്നും വേണ്ട. അവർ പറയും, അച്ഛാ ചെലവ് ചെയ്യണം. തട്ടുകടയുണ്ട് മക്കളെ, ഇവിടുത്തെ ഒന്നും അല്ല, നല്ല ചൂട് ദോശ കഴിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? പൊറോട്ട അട്ടിച്ച് തട്ടുകട മുമ്പ് ഇന്നോട്ട് ഇങ്ങനെ മേടിക്കണം. ചൂട് പൊറോട്ടയും ബീഫ് ഫ്രൈയും. ഒരു ഡോക്ടർ ക്ലാസ് എടുക്കുക പൊറോട്ടയുടെയും ബീഫ് ഫ്രൈയുടെയും അപകടത്തെക്കുറിച്ച്. ക്ലാസ് സെമിനാർ കഴിഞ്ഞ് പോയപ്പം പുള്ളിയെ കണ്ടെന്ന് തട്ടുകടയുടെ മുമ്പിൽ. അതൊരു മലയാളിയുടെ സ്വകാര്യ അഹന്തയാണ്. നല്ല ചൂടാണ്. അന്നേരം നമ്മൾ ഈ രോഗവും കൊളസ്ട്രോളും ഒക്കെ അങ്ങോട്ട് മാറ്റി വെക്ക് അല്ലേ. എന്നാലും അതൊക്കെ കണ്ട അമ്മമാർ പറയും, തട്ടുകട എൻ്റെ പൊന്നടാ 20 ദോശ 4 ഡബിള് ബുൾസ, എന്നിട്ട് പറയാ സിംഗിളൂടെ പോരട്ടെന്ന്. ഏത് പ്രായ? ചെറുപ്പമാ. പ്രായമായ കഴിക്കുമോ? ഇല്ല. ഞാൻ തീറ്റ മത്സരത്തിൽ സമ്മാനം മേടിക്കുമായിരുന്നു. ഇപ്പോൾ ഒക്കത്തില്ല. ഒരു പ്രായത്തിലേ കഴിക്കത്തുള്ളൂ. ആ പ്രായത്തിൽ കഴിക്കും. ആ പ്രായത്തിലൊരു ചെറുപ്പക്കാരൻ ഉപവാസം 40 ഇരുന്നാൽ കുടല് ചുരുങ്ങും. പിന്നെ ഇച്ചിരി കഞ്ഞി ഇച്ചിരി കുടിക്കണം. നേരെ കട്ടിയുള്ളത് കഴിച്ചാൽ ശ്വാസം മുട്ടും, അപകട. പക്ഷെ യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചപ്പം വിശന്നു. കഞ്ഞി കൊടുക്കാൻ ആരെങ്കിലും പോയോ? ഇല്ല. അവസാനം പിശാച് കൊണ്ട് കല്ല് കൊടുത്തിട്ട് പറഞ്ഞ് അപ്പം ഉണ്ടാക്കാൻ. കഞ്ഞി ഇന്നാ ദഹിക്കത്തില്ല, കല്ല് ഇന്നാ ദഹിക്കൂ. അതുകൊണ്ട് ഇന്നും വിശന്നവൻ്റെ ദൂരത്ത്, യുക്കെക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാകത്തില്ല, വിശന്നവൻ്റെ ദൂരത്ത് അവൻ അപ്പമായിട്ട് വരും. വിശന്നവൻ്റെ ദൂരത്ത് അവൻ അപ്പമായിട്ട് വരും. കാശില്ലാത്തവൻ്റെ ദൂരത്ത് കടം മേടിച്ചിട്ട് കരമടയ്ക്കാൻ കാശില്ലാത്തവൻ്റെ ദൂരത്ത്. നാളെ കരമടയ്ക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചപ്പം ചൂണ്ടയെടുത്ത് വീശ്, അതിൻ്റെ
വായിൽ ചതുർദ്രഹ്മപ്പണം വരുമെന്ന് പറഞ്ഞവൻ അവരുടെ മുമ്പിൽ കാണും, അവൻ്റെ ദൂരത്ത്. ഇന്ന് ഞാൻ ഈ കീമോയൊക്കെ എടുത്ത് മുടിയൊക്കെ പോകുമ്പോൾ അവരെ എന്തിനു വിളിച്ചാലും വരത്തില്ല. എന്താ, ഈ കോലത്തിൽ എന്നെ ആരും കാണണ്ട. കണ്ണാടിക്ക് മുമ്പിലൊക്കെ അവർ നോക്കും, വിരൂപരായി. പക്ഷെ അവിടെ ആ കണ്ണാടിക്ക് മുമ്പിൽ ഒരാൾ തെളിയും. അവൻ കണ്ട സൗന്ദര്യമുള്ളവനായിരുന്നു, പക്ഷെ ആർക്കും മനസ്സിലാകാത്ത പോലെ അവൻ വിരൂപനായി. അവരുടെ ദൂരത്ത് ഒരുവൻ കാണും, യേശുവാ. ഓശന്ന പാടി അവര്, ദാവീദ് പുത്രൻ ഓശന്ന. അടുത്ത ദിവസം അവർ പാടി, ഞായറാഴ്ച പാടി. ഇവർ വെള്ളിയാഴ്ച വന്നപ്പം പറഞ്ഞു, ഇവനെ വേണ്ട, അവനെ എന്ത് ചെയ്യും, ക്രൂശിക്കുക, ബർബ്ബാസിനെ മതി. പ്രേമിച്ച് വിവാഹം കഴിച്ചിട്ട് പിന്നെ അവളെ വേണ്ടാന്ന് പറഞ്ഞ്, അവനെ വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ പ്രിയപ്പെട്ടവർ വേണ്ടാന്ന് പറയുന്നവരുടെ ദൂരത്ത് നിന്നെ വേണമെന്ന് പറയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാ യേശു. പക്ഷെ ഒരു കാര്യമുണ്ട്,